ട്രേഡ് നെഗോഷിയേഷൻ എന്ന് പറയുന്ന യൂണിറ്റ് 3 ആണ് നമുക്കിന്ന് നോക്കാനുള്ളത്. യൂണിറ്റ് 3യുടെ പ്രത്യേകത എന്നാൽ ട്രേഡ് നെഗോഷിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് വ്യാപാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളെ കുറിച്ചിട്ടും അവരുടെ എഗ്രിമെന്റുകളെ കുറിച്ചിട്ടൊക്കെയാണ് നമുക്ക് ഈ പ്രധാനമായിട്ടും ഈ ഒരു ഇതിൽ പറയാനുള്ളത്. അതായത് ഇന്റർനാഷണൽ ട്രേഡ്, അതേപോലെ തന്നെ ഇന്റർനാഷണൽ ട്രേഡിൽ ബന്ധപ്പെട്ടിട്ടുള്ള ട്രേഡ് നെഗോഷിയേഷനും, അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് 3 തരത്തിലുള്ള RTA, ഘാട്ട്, WTO, ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ നമുക്കറിയാം റീസെന്റ് ഇയേഴ്സിൽ നമുക്ക് ബൈലാറ്ററൽ അല്ലെങ്കിൽ മൾട്ടിലാറ്ററൽ ആയിട്ടുള്ള ഒരുപാട് അല്ലെ, ബൈലാറ്ററൽ എന്ന് പറയുമ്പോൾ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് റിലേഷനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, മൾട്ടിലാറ്ററൽ എന്ന് പറയുമ്പോൾ ഒരുപാട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു എന്താ പറയാ ചർച്ചകള്, പല രാജ്യങ്ങൾ ഇന്റർനാഷണൽ ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ബൈലാറ്ററലും മൾട്ടിലാറ്ററൽ നെഗോഷിയേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ, ഫോർ എക്സാമ്പിൾ, has already become part of 19th such concluded agreement and is currently negotiating more than 24 of such proposals. Major events in year 2020, such as Britain exit from the European Union, the new free trade agreement concluded between Canada, Mexico, United States, namely United States, Mexico, Canada agreement, and mainly unpredictable development of the trade from due to trade war between US and China, the global pandemic make trade negotiation and highly relevant areas of study. അതായത് ഇപ്പോ ഇന്ത്യന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 19 അല്ലെ, എന്താണ് ഇന്ത്യയില് ഓൾറെഡി എന്തിന്റെ ഒരു 19ന്റെ അല്ലെ 19ന്റെ ഭാഗമായിട്ട് എഗ്രിമെന്റ്സുകൾ അല്ലെങ്കിൽ പല രാജ്യങ്ങളും തമ്മിലുള്ള പ്രപ്പോസലുകൾ, അവരുടെ എഗ്രിമെന്റ്സുകൾ, ഇതെല്ലാം 2020 ഒരുപാട് ഇവന്റ്സുകൾ ഉണ്ടായിരുന്നു. അതില് ബ്രിട്ടൻ എക്സിറ്റ് ഫ്രം യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രിട്ടൻ എക്സിറ്റ് ചെയ്യുകയും, പിന്നെ ന്യൂ ട്രേഡ് അഗ്രിമെന്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്തു വരികയുണ്ടായി. അതായത് സക്സസർ ഓഫ് ദ നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്, നാഫ്ത എന്ന് പറയും, നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് കൺക്ലൂഡഡ് ബിറ്റ്വീൻ ആരൊക്കെയായിരുന്നു? കാനഡ, മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. നെയിംലി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, കാനഡ എഗ്രിമെന്റ് എന്നുള്ളതിന്റെ ബേസിൽ USMCA എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ഫോം ആക്കിയിട്ട് വിളിക്കുന്നുണ്ട്. അൺപ്രഡിക്റ്റബിൾ ഡെവലപ്മെന്റ് ഇൻ ട്രേഡ് ഫ്രണ്ട് ഡ്യൂ ടു ട്രേഡ് വാർ ബിറ്റ്വീൻ US ആൻഡ് ചൈന. US-ഉം ചൈനയും തമ്മിലുള്ള ട്രേഡ് വാറിന്റെ ഭാഗമായിട്ട് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് പല രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നത്. ഗ്ലോബൽ പാൻഡമിക്കും അതേപോലെ തന്നെ ട്രേഡ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത് ഹൈലി റെലവന്റ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് ഇത്. ഓക്കെ, ദെൻ ഈ ട്രേഡ് നെഗോഷിയേഷനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് ടാക്സോണമി ഓഫ് റീജിയണൽ ട്രേഡ് അഗ്രിമെന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതായത് RTA എന്നു, റീജിയണൽ ട്രേഡ് അഗ്രിമെന്റ്, RTA ആർ ഡിഫൈൻഡ് ആസ് ഗ്രൂപ്പിംഗ് ഓഫ് കൺട്രീസ്. ഈ RTA റീജിയണൽ ട്രേഡ് അഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പിംഗ് ഓഫ് കൺട്രീസ് അല്ലെ, അതായത് രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പാണ്. എങ്ങനെയെന്ന് നോക്കുന്നത്, എങ്ങനെയുള്ള ഗ്രൂപ്പാണ്? necessarily belong to the same geographical region. അതായത് ഒരേ ജോഗ്രഫിക്കൽ റീജിയനെ നോക്കിക്കൊണ്ടല്ല ഇവിടെ ഗ്രൂപ്പ് ചെയ്യുന്നത്. എന്താണ്? വിച്ച് ആർ ഫോംഡ് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് റെഡ്യൂസിങ് ബാരിയേഴ്സ് ടു ട്രേഡ് ബിറ്റ്വീൻ മെമ്പർ കൺട്രീസ്. മെമ്പർ കൺട്രീസിലെ ട്രേഡ് ബാരിയേഴ്സ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരുമിച്ച് നിൽക്കുന്ന കുറെ രാജ്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റീജിയണൽ ട്രേഡ് അഗ്രിമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അതിൽ എന്തൊക്കെയാ വരുന്നത്? ഒന്ന്, മെമ്പർ കൺട്രീസ് അല്ലെ, മെമ്പർ കൺട്രീസിൽ ട്രേഡ് ബാരിയേഴ്സ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒബ്ജക്റ്റീവോടുകൂടി ഫോം ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസിനെയാണ് നമ്മൾ RTA എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്, റീജിയണൽ ട്രേഡ് അഗ്രിമെന്റ്സ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്.
അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ റീജിയണൽ ട്രേഡ് അഗ്രിമെന്റ് ഈസ് എ ട്രീറ്റി ബിറ്റ്വീൻ 2 or more ഗവൺമെന്റ്, അല്ലെങ്കിൽ 2 അതിലധികമോ ഗവൺമെന്റുകൾ തമ്മിലുള്ള ഒരു സന്ധി, ഒരു ട്രീറ്റി ആണ് ഏതെന്ന് പറയുന്നത് നമ്മളുടെ RTA എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ദാറ്റ് ഡിഫൈൻഡ് ദ റൂൾസ് ഓഫ് ട്രേഡ് ഫോർ ആൾ സിഗ്നേച്ചറീസ് as of 1 February 2021, 339 RTA were in force. അതായത് ഇപ്പൊ നമുക്കറിയാലോ ഒരുപാട് ഗവൺമെന്റുകൾ അല്ലെങ്കിൽ 1 or 2 അല്ലെ ഒരുപാട് ഗവൺമെന്റുകളുടെ ഭാഗമായിട്ടാണ് ഇവിടെ ട്രേഡ് എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെയും ഭാഗമായിട്ട് ട്രേഡ് സിഗ്നേച്ചറീസും അതും ഏത് കാലഘട്ടത്തിലായിരുന്നു 2021 ഫെബ്രുവരിയിൽ. ഓക്കെ, 333 RTA were in force എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി trade negotiation result in different types of agreement which are shown in the chart below. അതായത് ട്രേഡ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എഗ്രിമെന്റിന്റെ ഭാഗമായിട്ടാണ്. അതിൽ RTA വളരെയധികം പ്രാധാന്യമുണ്ട്. ടൈപ്സ് ഓഫ് RTA, റീജിയണൽ ട്രേഡ് എഗ്രിമെന്റിന്റെ ടൈപ്സുകളാണ് ഇനി പറയുന്നത്. ഒന്ന്, യൂണിലാറ്ററൽ ട്രേഡ് അഗ്രിമെന്റ്, ബൈലാറ്ററൽ അഗ്രിമെന്റ്, റീജിയണൽ പ്രിഫറൻഷ്യൽ ട്രേഡ് അഗ്രിമെന്റ്, ട്രേഡിംഗ് ബ്ലോക്ക്, കസ്റ്റം യൂണിയൻ, കോമൺ മാർക്കറ്റ്, എക്കണോമിക് ആൻഡ് മോണിറ്ററി യൂണിയൻ. ഇത്തരത്തിലുള്ള 7 ടൈപ്സ് ആണ് RTA പ്രധാനമായിട്ടും വരുന്നത്. അതിൽ ഒന്നാമത്തെയാണ് യൂണിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. യൂണിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ അതില് പ്രധാനമായിട്ടും പറയണത് എന്താണ്? under which an importing country offers trade incentive in order to encourage the exporting country to engage in international economic activity that will improve the exporting country's economy, generalized system of preferences. Okay, അപ്പോ യൂണിലാറ്ററൽ ട്രേഡ് അഗ്രിമെന്റ്സ് എന്ന് പറയുമ്പോൾ അതായത് യൂണിലാറ്ററൽ അഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ വരുന്നത്? അതായത് ഇപ്പോ ഒരു ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യം എക്സ്പോർട്ടിംഗ് കൺട്രിയെ എന്ത് ചെയ്യുന്നു? എൻകറേജ് ചെയ്യുന്നു. ഓക്കെ, അവരുടെ എക്സ്പോർട്ടിംഗ് എന്താണ്? ഇൻ ഓർഡർ ടു എൻകറേജ് എക്സ്പോർട്ടിംഗ് കൺട്രി, അതായത് ഇറക്കുമതി അല്ലെ ഇമ്പോർട്ടിംഗ് കൺട്രി എന്ത് ചെയ്യുന്നു? കുറെ ട്രേഡ് ഇൻസെന്റീവും കുറെ ഓഫേഴ്സും ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു എക്സ്പോർട്ടിംഗ് കൺട്രിയെ എന്ത് ചെയ്യുന്നു? എൻകറേജ് ചെയ്യുന്നു. ഓക്കെ, ദെൻ അങ്ങനെയുള്ള എൻകറേജ് ചെയ്യുക. അതേപോലെ തന്നെ ഇന്റർനാഷണൽ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക? എക്സ്പോർട്ടിംഗ് കൺട്രിയിൽ എന്ത് ചെയ്യുക? ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അപ്പോ ഇവിടെ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക ട്രേഡ് എഗ്രിമെന്റിനെയാണ് നമ്മൾ യൂണിലാറ്ററൽ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു രാജ്യത്തിന്റെ എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത് എന്താണ്? മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യും? അവരെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതായത് ജനറലൈസ്ഡ് സിസ്റ്റം പ്രിഫറൻസ് GSP എന്ന് പറയുന്നത് എന്താണ്? ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് ബൈലാറ്ററൽ എഗ്രിമെന്റ് ആണ്. ബൈലാറ്ററൽ എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ അവിടെ 2 രാജ്യങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ 2 സംഘടനകൾക്കിടയിലോ, ഓക്കെ, അതായത് ട്രേഡ് ബിറ്റ്വീൻ 2 കൺട്രീസ് ഓർ 2 ബ്ലോക്സ്. ഓക്കെ, 2 രാജ്യങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ 2 എന്താ പറയാ ബ്ലോക്കുകൾ അല്ലെങ്കിൽ 2 സംഘടനകൾ തമ്മിലോ ഉള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സെറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് ബൈലാറ്ററൽ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ കുറെ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അത് 2 രാജ്യങ്ങൾക്കിടയിലും എന്താണ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പറയണത്. അതേപോലെ തന്നെ this may be limited to certain goods and services to certain types of market entry barriers. അതായത് ചില പ്രത്യേക ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കരാറ് ബാധകമാകുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്ക ഫ്രീ ട്രേഡ് എഗ്രിമെന്റും ഇന്ത്യ ഫ്രീ ട്രേഡ് ഏരിയ ആസിയാൻ. ഓക്കെ, സൗത്ത് ആഫ്രിക്ക ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, അതേപോലെ തന്നെ ആസിയാൻ, പിന്നെ ഇന്ത്യ ഫ്രീ ട്രേഡ് ഏരിയ, ഇങ്ങനെയുള്ള കരാറുകളൊക്കെ ബൈലാറ്ററൽ എഗ്രിമെന്റിന് ഉദാഹരണമായിട്ട് പറയും. ദെൻ അടുത്തത് റീജിയണൽ പ്രിഫറൻഷ്യൽ ട്രേഡ് അഗ്രിമെന്റ്സ് ആണ്.
റീജിയണൽ പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് among a group of countries reduce trade barriers on reciprocal and preferential basis for only members of the group. അതായത് ഒരു കൂട്ടം രാജ്യങ്ങൾക്കിടയിൽ എന്ത് ചെയ്യാണ്? ഒരു കൂട്ടം രാജ്യങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുന്നു? പരസ്പരം പ്രിഫറൻസ് അല്ലെ, എന്താണ്? പരസ്പരം അതിന്റെ പ്രിഫറൻസ് അടിസ്ഥാനത്തിലും വ്യാപാരത്തിലും തടസ്സങ്ങൾ കുറയ്ക്കുന്നതിനുള്ള അല്ലെങ്കിൽ ബാരിയേഴ്സ് കുറയ്ക്കുന്നതിനുള്ള കരാറുകളാണ് റീജിയണൽ പ്രിഫറൻസ് ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ഉണ്ടായിരിക്കും. ആ ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസിന്റെ എയിം എന്താണ്? ട്രേഡ് ബാരിയേഴ്സ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആ ട്രേഡ് ബാരിയേഴ്സ് റെഡ്യൂസ് ചെയ്യുന്നതിനുള്ള കരാറുകളാണ് റീജിയണൽ പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ GSTP, ഗ്ലോബൽ സിസ്റ്റം ഓഫ് ട്രേഡ് പ്രിഫറൻസസ് എമംഗ് ഡെവലപ്പിംഗ് കൺട്രീസ്. ഡെവലപ്പിംഗ് കൺട്രീസിൽ ഉണ്ടായിട്ടുള്ള ഒന്നാണ് GSTP എന്ന് പറയുന്നത്. ഗ്ലോബൽ സിസ്റ്റം ഓഫ് ട്രേഡ് പ്രിഫറൻസ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ദെൻ അടുത്തത് ട്രേഡിംഗ് ബ്ലോക്ക് ആണ്. ട്രേഡിംഗ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഹാസ് എ ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് which have a free trade agreement between themselves and may apply a common external tariff to other countries. Example, Arab League, European Trade Association. അതായത് ഇപ്പൊ ട്രേഡ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ ചില രാജ്യങ്ങൾ തമ്മിൽ സൗജന്യമായിട്ടുള്ള അല്ലെങ്കിൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാക്കിയിട്ട് മറ്റ് രാജ്യങ്ങളുമായിട്ട് എന്ത് ചെയ്യും? ഒരു എക്സ്റ്റേണൽ താരിഫ് എന്ന് പറയുന്നത് നിലനിർത്തുന്ന കൂട്ടായ്മയാണ് അല്ലെങ്കിൽ ഏതെന്ന് പറയുന്നത് ട്രേഡിംഗ് ബ്ലോക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ചില രാജ്യങ്ങൾ തമ്മിൽ എന്തുണ്ടായിരിക്കും? ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അത് കൂടാതെ എന്താണ്? മറ്റ് രാജ്യങ്ങൾ തമ്മിൽ ഒരു എക്സ്റ്റേണൽ താരിഫ് എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടും ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ളതിനെയാണ് ട്രേഡിംഗ് ബ്ലോക്ക് എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ അഞ്ചാമത്തതാണ് ഫ്രീ ട്രേഡ് ഏരിയ. ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പറയുന്നത് a group of countries that eliminate all tariff and quota barriers on trade with the objective of increasing exchange of good with each other. അതായത് എന്താ പറയാ, ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് തമ്മിലുള്ള ഇമ്പോർട്ട് അതേപോലെ തന്നെ കോട്ട അല്ലെ, അങ്ങനെയുള്ള എല്ലാ ബാരിയേഴ്സും ഇല്ലാതാക്കുകയും അതേപോലെ തന്നെ എന്ത് ചെയ്യുക? പരസ്പരം ഒരു എന്താ പറയാ ഒരു ഫ്രീ ആയിട്ട് എന്താ പറയാ എല്ലാ രാജ്യങ്ങളിലെയും താരിഫ്, കോട്ട, ബാരിയേഴ്സ്, ട്രേഡ് ഒക്കെ എന്ത് ചെയ്യുക? കുറയ്ക്കുക അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഫ്രീ ട്രേഡ് ഏരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫ്രീ ട്രേഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? ഫ്രീ ട്രേഡിൽ ഒരു സ്വാതന്ത്ര്യമുണ്ട് അല്ലെങ്കിൽ ഫ്രീ ആണ് എന്നുള്ളത് എന്ത് ചെയ്യുക? ഒന്നുകൂടി ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതും, അതേപോലെ തന്നെ രാജ്യങ്ങൾ പരസ്പരമായിട്ട് എന്ത് ചെയ്യണം? ടാരിഫും അല്ലെ, പരസ്പരം താരിഫ് ഫ്രീ ആയിരിക്കണം. കാരണം നികുതി എന്ത് ചെയ്യണം? ഒഴിവാക്കിയിട്ടുണ്ടാവണം. പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ, പുറത്തു നിന്നുള്ള അല്ലെങ്കിൽ എന്താ പറയാ മെമ്പർ സ്റ്റേറ്റ്സ് മെയിൻറ്റെയിനിങ് ദെയർ ഓൺ ഡിസ്റ്റിങ്ക്റ്റ് എക്സ്റ്റേണൽ താരിഫ് വിത്ത് റെസ്പെക്ട് ടു ഇമ്പോർട്ട് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദി വേൾഡ്. അതായത് അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യണം? പുറത്തു നിന്നുള്ള ഇറക്കുമതിക്ക് ഓരോ രാജ്യവും സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? നികുതി പ്രമാണം എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? നിലനിർത്തണം. അതായത് പുറത്തു നിന്ന് ഇറക്കുമതി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ രാജ്യവും സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? താരിഫ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? നിലനിർത്തുകയും വേണം എന്നുള്ളതാണ് എന്തിൽ പറയുന്നത്? ഫ്രീ ട്രേഡ് ഏരിയ എന്നുള്ളതിൽ പറയുന്നത്. ഓക്കെ, എ കസ്റ്റം യൂണിയൻസ്. സിക്സ്ത് വൺ പറയണത് എ കസ്റ്റം യൂണിയൻ. കസ്റ്റം യൂണിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും എന്താ പറയാ നമ്മുടെ ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ദാറ്റ് എലിമിനേറ്റ് ആൾ താരിഫ് ട്രേഡ് എമംഗ് ദംസെൽഫ് ബട്ട് മെയിൻറ്റെയിൻ എ കോമൺ എക്സ്റ്റേണൽ താരിഫ് ഓൺ ട്രേഡ് വിത്ത് കൺട്രീസ് ഔട്ട്സൈഡ് ദ യൂണിയൻ.
അതായത് യൂണിയനിൽ ഒരു കസ്റ്റംസ് യൂണിയനിൽ ഉള്ള രാജ്യങ്ങൾ തമ്മിൽ എന്തുണ്ടായിരിക്കണം? ട്രേഡ് ബാരിയർ, ട്രേഡ് താരിഫ് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ താരിഫ് വ്യാപാര നികുതികൾ, അതായത് ട്രേഡ് താരിഫ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ഇല്ലാതാക്കണം. അതായത് ഒരു കസ്റ്റം യൂണിയനിലുള്ള രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആ കസ്റ്റം യൂണിയനിലുള്ള രാജ്യങ്ങൾ തമ്മിൽ എന്താണ് എല്ലാ ട്രേഡ് താരിഫുകളും എന്ത് ചെയ്യണം? ഇല്ലാതാക്കണം. ഓക്കെ, അതിനൊപ്പം തന്നെ യൂണിയനിലെ രാജ്യങ്ങൾക്ക് പുറത്തുള്ള രാജ്യങ്ങൾ, അപ്പൊ അതായത് ഇപ്പൊ ഒരു കസ്റ്റം യൂണിയനിൽ ഇല്ലാത്ത രാജ്യങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പൊ ആ ഇല്ലാത്ത അല്ലെങ്കിൽ ഔട്ട്സൈഡിലുള്ള രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആ രാജ്യങ്ങൾ, ഔട്ട്സൈഡിലുള്ള രാജ്യങ്ങൾക്ക് പുറത്തുള്ള രാജ്യങ്ങളുമായിട്ട് വ്യാപാരത്തിന് ഒരു പൊതുവായിട്ടുള്ള ഒരു ഇമ്പോർട്ട് ടാരിഫ് എന്ന് പറയുന്നെങ്കിൽ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ടാരിഫ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? നിലനിർത്തണം എന്നുള്ളത്. അതായത് യൂണിയനിലുള്ള ആളുകൾ തമ്മിൽ എല്ലാ താരിഫും എന്ത് ചെയ്യുക? എലിമിനേറ്റ് ചെയ്യുക. എന്നിട്ട് യൂണിയനിൽ ഇല്ലാത്ത ആളുകളുമായിട്ട് ഒരു ട്രേഡ് റിലേഷൻ വെക്കുമ്പോൾ അതിൽ എക്സ്റ്റേണൽ താരിഫ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? നിലനിർത്തണം. അതുകൊണ്ട് ഈ രീതിയിലുള്ള കരാർ എന്ന് പറയുന്നത് എന്താണ്? മോസ്റ്റ് ഫേവേർഡ് നാഷൻ എന്ന് പറയുന്ന നയം എന്താണ്? ഈ ഒരു നിയമം എന്ത് ചെയ്യുന്നുണ്ട്? ലംഘിക്കുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, ദെൻ കോമൺ എക്സ്റ്റേണൽ താരിഫ് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കാരണം യൂണിയനിൽ ഇല്ലാത്ത ആളുകൾ തമ്മിൽ. ഓക്കെ, ഇപ്പൊ ഉദാഹരണമായിട്ട് പറയാണ്, അല്ലെ അതേപോലെ തന്നെ ഒരു കസ്റ്റം യൂണിയനിൽ ഒരു എന്താ പറയാ ഫ്രീ ആയിട്ടുള്ള ട്രേഡ് മേഖലയിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാണ്. കാരണം യൂണിയനിൽ പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് രാജ്യത്തിലേക്ക് ഇറക്കുമതിക്ക് ഒരേ നിരക്കിൽ നികുതി ഈടാക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പൊ ഉദാഹരണങ്ങളാണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ യൂണിയനിലാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏകദേശം ഒരു 27 മെമ്പർ കൺട്രീസ് ആണുള്ളത്. ഇതില് കാര്യങ്ങൾക്കായിട്ട് ഒറ്റപ്പെട്ടിട്ടുള്ള ഭൂപ്രദേശമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഇവരെല്ലാവരും ഒരു സിംഗിൾ ടെറിട്ടറി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. എന്നാൽ യൂറോപ്യൻ യൂണിയനിൽ 27 മെമ്പർ കൺട്രീസ് ഉണ്ടായിരിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ GCC എന്ന് പറയുന്നതും, അതേപോലെ തന്നെ സൗത്തേൺ കോമൺ മാർക്കറ്റ്, മെർക്കോസർ എന്ന് പറയുന്നതും ഒക്കെ എന്താണ്? കസ്റ്റം യൂണിയന്റെ ഉദാഹരണത്തിൽ പെടാവുന്നതാണ്. ദെൻ അടുത്തത് പറയുന്നത് കോമൺ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ a common market deepens a custom union by providing for free flow of output and factors of production. അതായത് ഒരു കസ്റ്റം യൂണിയനെ കൂടുതൽ വിപുലീകരിക്കുകയും അതേപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെ എന്താ പറയാ ഒരു ഫ്രീ ഫ്ലോ മാത്രമല്ല, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ എന്നിവയുടെ എന്താണ്? ട്രേഡ് ഫ്ലോയും എന്താണ്? അനുവദിക്കുന്ന ഒരു വിപണിയായിട്ടാണ് നമ്മൾ കോമൺ മാർക്കറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഓക്കെ, അതായത് കോമൺ മാർക്കറ്റ് ഇവിടെ കൂടുതലായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ഫ്രീ ഫ്ലോ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ട്? ഗുഡ്സ്, ഒരു എക്സ്റ്റേണൽ താരിഫ് കോമൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഗുഡ്സിന്റെ ഇന്റേണൽ താരിഫിനെ എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക, എക്സ്റ്റേണൽ താരിഫ് സെറ്റ് ചെയ്യുകയും ചെയ്യുക. അതാണ് കോമൺ മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നത്. മെമ്പർ കൺട്രീസ് എപ്പോഴും അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റുകളും കൊമേഴ്ഷ്യൽ ആണെങ്കിലും ഫിനാൻഷ്യൽ ലോ ആണെന്നുണ്ടെങ്കിലും റെഗുലേഷൻസിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? വളരെ ഹാർമണൈസ് ആയിട്ടായിരിക്കണം എന്നുള്ളതും എന്ത് ചെയ്യുന്നു? പറയുന്നു. ഓക്കെ, ദേ ആർ ആൾസോ നോൺ ആസ് ബാരിയേഴ്സ് അഗെയിൻസ്റ്റ് നോൺ മെമ്പേഴ്സ്. ഇതെല്ലാം എന്താണ്? ബാരിയേഴ്സ് അഗെയിൻസ്റ്റ് നോൺ മെമ്പർ. EU എന്ന് പറയുന്നതും ആസിയാൻ എന്ന് പറയുന്നതും അല്ലെ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ എന്നുള്ളതാണ് ആസിയാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. EU പറഞ്ഞു കഴിഞ്ഞാല് യൂറോപ്യൻ യൂണിയൻ. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ്? അതായത് ഈ ഒരു വിപണിയിൽ അംഗമല്ലാത്ത രാജ്യങ്ങൾക്കായിട്ട് ചില വ്യാപാര അല്ലെങ്കിൽ ട്രേഡ് ബാരിയേഴ്സ് എന്ന് പറയുന്നതും ഉണ്ടായേക്കാം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. Then 8th one, economic and monetary union. Economic and monetary union എന്ന് പറയുമ്പോൾ ഒരു കോമൺ മാർക്കറ്റ് ആണ്.
ഫ്രീ ആയിട്ടുള്ള ട്രാൻസിറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസും അതേപോലെ തന്നെ ബോർഡേഴ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിക്കുന്നുണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ് ആവശ്യപ്രകാരം വർദ്ധിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഹയർ ഫിനാൻഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആണ് ഫേമുകളിലെല്ലാം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്, റീജിയൻ ഫോം ചെയ്യുക അല്ലെങ്കിൽ മോണിറ്ററി യൂണിയൻ ഫോം ചെയ്യുന്ന സമയത്താണ്. എക്കണോമിക് ആൻഡ് മോണിറ്ററി യൂണിയൻ എന്ന് പറയുന്നത് the members share a common currency. Adoption of common currency also makes it necessary to have a strong convergence in macro. ഫോറിൻ എക്സ്ചേഞ്ച് ഓപ്പറേഷൻസും അതേപോലെ തന്നെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിക്കുന്നുണ്ട്. ഒരു കോമൺ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഫ്രീ ട്രാൻസിറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസും അതേപോലെ തന്നെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇന്റഗ്രേഷൻ ആണ് അല്ലെ. അതായത് ഒരു മോണിറ്ററി യൂണിയനും അതേപോലെ തന്നെ കുറച്ച് സീക്വൻസും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു ഇന്റഗ്രേഷൻ ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. അതായത് എക്കണോമിക് ആൻഡ് മോണിറ്ററി യൂണിയൻ തമ്മിലുള്ള ഒരു ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് മെമ്പേഴ്സ് ഷെയർ എ കോമൺ കറൻസി. മെമ്പേഴ്സ് എപ്പോഴും ഒരു കോമൺ കറൻസിയാണ് എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. അവിടെ ഒരു കോമൺ കറൻസി അഡോപ്റ്റ് ചെയ്യുമ്പോൾ നെസസറി സ്ട്രോങ് ആയിട്ടുള്ള കൺവേർജൻസും മാക്രോ എക്കണോമിക് പോളിസികളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. ദെൻ അടുത്തത്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂറോപ്യൻ യൂണിയൻ കൺട്രീസ് ഇംപ്ലിമെന്റ് ആൻഡ് അഡോപ്റ്റ് സിംഗിൾ കറൻസി. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ കൺട്രീസ് എല്ലാവരും കൂടി ചേർന്നിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളതും അതേപോലെ തന്നെ നടപ്പാക്കിയിട്ടുള്ളതുമാണ് സിംഗിൾ കറൻസി എന്ന് പറയുന്ന ഒരു മാക്രോ എക്കണോമിക് പോളിസി. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ദി ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്, ഗാട്ട്. ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ഗാട്ട് ആൻഡ് ട്രേഡ്, അതിനെ ഗാട്ട് എന്നുള്ളതാണ് അതിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത്. ഈ ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് കവേഴ്സ് ഇന്റർനാഷണൽ ട്രേഡ് ഇൻ ഗുഡ്സ്. ഇന്റർനാഷണൽ ട്രേഡ് ഇൻ ഗുഡ്സ് എന്താണ്, കവർ ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കരാറാണ് ഗാട്ട് എന്ന് പറയുന്നത്, ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് എന്ന് പറയുന്നത്. The working of GATT agreement are responsibility of the Council for the trade and goods. അതായത് ഇപ്പോൾ നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ട്രേഡിൽ ഇപ്പോൾ ഗാട്ട് അഗ്രിമെന്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കൗൺസിൽ ട്രേഡ് ഇൻ ഗുഡ്സ്. ഇപ്പോൾ നമുക്കറിയാലോ, ഒരു ഗാട്ട് എന്ന് പറയുന്ന എഗ്രിമെന്റ് വർക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് നമ്മളുടെ WTO മെമ്പർ കൺട്രീസിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളിലെയും ട്രേഡ് ഗുഡ്സ് കൗൺസിലിന് എന്താണ്, ഈ ഒരു ഗാട്ട് എഗ്രിമെന്റ് വളരെയധികം ഉത്തരവാദിത്തം കാണിക്കും. അതേപോലെ തന്നെ ഗുഡ്സ് കൗൺസിലിലെ കമ്മിറ്റിയിൽ ഒരു 10 കമ്മിറ്റിയാണ്, ഗുഡ്സ് കൗൺസിലിൽ ഒരു 10 കമ്മിറ്റി ഉണ്ട്. അതേപോലെ തന്നെ അവർ ഡീൽ ചെയ്യുന്ന സ്പെസിഫിക് സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ, മാർക്കറ്റ്, അതേപോലെ തന്നെ മാർക്കറ്റ് അസസ്, സബ്സിഡി, ആന്റി ഡംപിംഗ് മെഷേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ മീറ്റിംഗിൽ ചർച്ച ചെയ്യുന്നത്. Again, these committees consist of all member countries. വീണ്ടും ഈ കമ്മിറ്റിയിൽ കൺസിസ്റ്റ് ചെയ്യുമ്പോൾ നിലനിൽക്കുന്നത് എല്ലാ മെമ്പർ കൺട്രീസും ആണ്. Okay, then also reporting goods council are working partly on state trading enterprises and information technology agreement committee. Okay, അതായത് ഇൻഫർമേഷൻ ടെക്നോളജി എഗ്രിമെന്റ് കമ്മിറ്റി എന്നുള്ളത് ITA എന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ. അപ്പൊ അവിടുത്തെ സ്റ്റേറ്റ് ട്രേഡിംഗ് എന്റർപ്രൈസ് എന്ന് പറയുന്നത് വർക്കിംഗ് പാർട്ടി എന്ന് പറയുന്നത് ആരൊക്കെയാണ്, ഗുഡ്സ് കൗൺസിലിലെ മെമ്പേഴ്സ് തന്നെയാണ്. ഇപ്പൊ ഗാട്ട്സ് ലോസ്റ്റ് ഇറ്റ്സ് റെലവൻറ്റ് ബൈ 1980s ബിക്കോസ്, അതായത് ഗാട്ടിന് അതിന്റെ റെലവൻസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. 1980ലാണ് അത് നഷ്ടപ്പെട്ടത്. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ പറയുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത്, ഇറ്റ് അബ്സല്യൂട്ട് ടു ദ ഫാസ്റ്റ് എൻവോൾവിംഗ് ടെമ്പററി കോംപ്ലക്സ് വുഡ് ട്രേഡ് സെനോറിയോ
ക്യാരക്ടറൈസ്ഡ് ബൈ എമർജിങ് ഗ്ലോബലൈസേഷൻ. അതായത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക കണ്ടംപററി കോംപ്ലക്സ് വേഡ് ട്രേഡ് സിനോറിയ ആണ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നത്, ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഹാഡ് എക്സ്പാൻഡഡ് സബ്സ്റ്റാൻഷ്യലി. പിന്നെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആൻഡ് ട്രേഡ് ഇൻ സർവീസസ് വേർ നോട്ട് കവേർഡ് ബൈ ഗാട്ട്. അതായത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നതും ട്രേഡ് സർവീസുകളൊന്നും എന്ന് പറയുന്നത് ഗാട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേൾഡ് മെർക്കൻഡൈസ് ട്രേഡ് ഇൻക്രീസ്ഡ് ബൈ ലീപ്പ് ആൻഡ് ബൗൺസ് ആൻഡ് വാസ് beyond its scope. The ambiguities in the multilateral system could be heavily exploited. അതായത് ഈ ഒരു മൾട്ടിലാറ്ററൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹെവി എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലോയിറ്റ് ചെയ്തതായിട്ടും കാണപ്പെടുന്നു. എഫേർട്ട് ഇൻ ലിബറലൈസേഷൻ അഗ്രികൾച്ചർ ട്രേഡ് വേർ നോട്ട് സക്സസ്ഫുൾ. അതായത് ഈ ഒരു ലിബറലൈസിങ് അഗ്രികൾച്ചറിന്റെ ട്രേഡ് എന്ന് പറയുന്നത് ഒരിക്കലും സക്സസ്ഫുൾ ആയിരുന്നില്ല എന്നുള്ളതും എന്ത് ചെയ്യുന്നു, ഇതിന്റെ ഭാഗമായിട്ട് പറയുന്നു. അതേപോലെ തന്നെ there were inadequacies in institutional structure and dispute settlement system. It was not a treaty and therefore terms of GATT were binding only in so far as they are not inherent with a nation's domestic rules. അപ്പോൾ ഇത്രയുമാണ് എന്തിൽ പറയുന്നത്, നമ്മളുടെ ഗാസ്റ്റ് ലോസ്റ്റ് റെലവൻസ് ഇൻ 1980s കാരണമായിട്ട് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇനി നമ്മൾ ഉറുഗെ റൗണ്ട് ആൻഡ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് WTO. ഉറുഗെ റൗണ്ട് കോൺഫറൻസും അതുകൊണ്ടുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തു വന്നിട്ടുള്ള WTOന്റെ എസ്റ്റാബ്ലിഷ്മെന്റിനെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഇപ്പോ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ആവശ്യമായിരുന്നു. കാരണം ഒരു പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ആവശ്യമായി വരികയും അങ്ങനെ 1980 ധാരാളം കൺട്രീസ് ഇത് എന്ത് ചെയ്തു ആവശ്യപ്പെടുകയോ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ചർച്ചകളും അതിന്റെ ഭാഗമായിട്ട് ഒരു അജണ്ടകളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സെറ്റ് ചെയ്തിട്ടും അവര് ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ട്രേഡ് പോളിസി ഇഷ്യൂവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ഉറുഗെ റൗണ്ട് അബൌട്ട് ബിഗ്ഗസ്റ്റ് റീഫോം ഓഫ് ദ വേൾഡ് ട്രേഡിംഗ് സിസ്റ്റം. വേൾഡ് ട്രേഡിംഗ് സിസ്റ്റത്തിലെ വലിയൊരു ബിഗ്ഗസ്റ്റ് റീഫോം ആയിരുന്നു ഉറുഗെ റൗണ്ട് കോൺഫറൻസില് ട്രേഡ് പോളിസി ഇഷ്യൂവുമായി ബന്ധപ്പെട്ടിട്ടും മറ്റ് ഒരുപാട് ചർച്ചകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. Members establishes 15 groups to working of limited restrictions in the area of tariff, non-tariff barriers, tropical product, natural resource product, textiles and clothing, agriculture, safeguard against sudden surge in export, import, subsidy, countervailing duties, trade-related intellectual property restrictions, trade-related investment restrictions, service and for other areas dealing with the GATT itself, such as the GATT system, dispute settlement procedure and implementation of the NTB codes of the Tokyo round, especially on anti-dumping. അതായത് ഇപ്പോൾ ഉറുഗെ റൗണ്ടില് ഒരു വലിയൊരു റീഫോം തന്നെ, ഒരു ബിഗ്ഗസ്റ്റ് റീഫോം തന്നെ ആയിരുന്നു. വേൾഡ് ട്രേഡിംഗ് സിസ്റ്റത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചത് ഇതിന്റെ ഭാഗമായിട്ടാണ്. അപ്പോ ഈ ഒരു ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ മെമ്പേഴ്സ് എസ്റ്റാബ്ലിഷ് 15 ഗ്രൂപ്പ്സ്, അതായത് 15 ഗ്രൂപ്പുകളായിരുന്നു. കൂടാതെ തന്നെ ഇതില് ഒരുപാട് ഇപ്പോ എന്താ പറയാ താരിഫുമായിട്ടും നോൺ താരിഫ് ബാരിയേഴ്സ് ഒക്കെ ആയിട്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ്, ട്രോപ്പിക്കൽ പ്രൊഡക്റ്റ്, നാച്ചുറൽ പ്രൊഡക്റ്റ്, ടെക്സ്റ്റൈൽസ്, ക്ലോത്തിങ്, അഗ്രികൾച്ചർ, സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ്, അതേപോലെ തന്നെ ഇമ്പോർട്ട്, സബ്സിഡി, കൺട്രോളിംഗ് ഡ്യൂട്ടീസ്, ട്രേഡ് റിലേറ്റഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റെസ്ട്രിക്ഷൻസ്, അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ്, ഒരുപാട് ലിമിറ്റിംഗ് റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതുകൂടാതെ ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഗാട്ട് സിസ്റ്റം, ഡിസ്പ്യൂട്ട്സ് സെറ്റിൽമെന്റ് പ്രൊസീജിയേഴ്സ്, അതേപോലെ തന്നെ NDB കോഡ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരുപാട്
എന്താ പറയാ ഡീലിങ്സ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എന്താണ് എസ്പെഷ്യലി ആന്റി ഡംപിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ളതും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഉറുഗേ റൗണ്ടിലും അതേപോലെ തന്നെ ടോക്കിയോ റൗണ്ടിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പുണ്ടാഡൽ എസ്റ്റേ ഇൻ ഉറുഗേ ഇൻ സെപ്റ്റംബർ 1986. 1986 സെപ്റ്റംബറിലാണ് ഉറുഗേ അല്ലെ എന്താണ് പണ്ടേ ഡെൽ എസ്റ്റേ എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയുക കോൺഫറൻസ് എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഡിസംബർ 1990-ലാണ്. 86-ൽ തുടങ്ങി 90-ലാണ് അത് ഡിസംബറിലാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. മെനി ഡിഫറൻസസ് എസ്പെഷ്യലി ഡ്യൂ ടു ഹീറ്റഡ് കോൺട്രവേഴ്സീസ് ഓഫ് അഗ്രികൾച്ചർ. അതായത് ഇവർ തമ്മിൽ ഇങ്ങനെ ഈ റൗണ്ടിൽ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നത് അഗ്രികൾച്ചറിന്റെ മേലായിരുന്നു. അതേപോലെ തന്നെ എന്താണ് ഫൈനലി 1993-ലാണ് ഉറുഗേ റൗണ്ട് 8th ആൻഡ് മോസ്റ്റ് അംബീഷ്യസ് ആൻഡ് ലാർജ് അവർ റൗണ്ട് മൾട്ടിനാഷണൽ ട്രേഡ് നെഗോഷിയേഷൻ. 123 countries participated. അപ്പൊ ഫൈനലി 1993-ലാണ് ഉറുഗേ റൗണ്ടില് എന്താ പറയാ 8th മോസ്റ്റ് അംബീഷ്യസ് ആയിട്ടുള്ള മൾട്ടിലാറ്ററൽ ട്രേഡ് നെഗോഷിയേഷൻസ് കൊണ്ടുവരുന്നത്. അതില് 123 countries എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റഡ് ആഫ്റ്റർ 7 years ഓഫ് എലാബറേറ്റ് നെഗോഷിയേഷൻ. എന്താ പറയാ ഈ ഒരു എന്താ പറയാ കംപ്ലീറ്റ് ചെയ്തത് എന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരു 7 years കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാ അഗ്രിമെന്റുകളും എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റഡ് ആവുന്നത്. Agreement was signed by the most countries of April 5, 1994. 1994 April 5-നാണ് മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് എന്ത് ചെയ്യുന്നത്, ഇത് സൈൻ ചെയ്യുന്നത്. ആൻഡ് took effect on July 1, 1995. ഇതിന്റെ ഇഫക്റ്റ് ഉണ്ടാവുന്നത് എപ്പോഴാണ്, 1995 ജൂലൈ 1-നാണ്. 94-ല് മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് അതിൽ എഗ്രിമെന്റിൽ സൈൻ ചെയ്തു. 95 ഒക്കെ ആയപ്പോഴേക്കും അതിന്റെ എഫക്റ്റ്, ആ ഒരു എഗ്രിമെന്റിന്റെ എഫക്റ്റ് നടപ്പാക്കി തുടങ്ങി. ആൾസോ മാർക്ക്ഡ് ദ ബർത്ത് ഓഫ് ദ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ബർത്ത് എന്ന് പറയുന്നത് മാർക്ക് ചെയ്തിട്ടുള്ളത്. കാരണം സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കും അതേപോലെ തന്നെ എന്താണ് മോഡിഫൈഡ് ദി ഉറുഗേ റൗണ്ട്, ഗാട്ടിന്റെ എൻകംപാസിങ്ങും അതേപോലെ തന്നെ ഗാട്ടിന്റെ സിംഗിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിംവർക്ക് ഓഫ് ദ ഗാട്ട് ഒക്കെ എന്ത് ചെയ്തു, ഉറുഗേ റൗണ്ടില് എന്ത് ചെയ്തു, മോഡിഫൈയും ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. പിന്നീടാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വരുന്നത്. നമുക്കറിയാം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലെ എന്താണ്, ഓൺ ഗ്ലോബൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. ഇവിടെ ട്രേഡ്, രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് റൂൾസുകൾ ഡീൽ ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണ് WTO എന്ന് പറയുന്നത്. At its heart are the WTO agreement negotiated and signed by the bulk of the world trading nations and ratified in their parliaments. അതായത് ഇപ്പോ നമുക്കറിയാലോ WTO അഗ്രിമെന്റ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ വേൾഡ് ട്രേഡിംഗ് നേഷൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ബൾക്കായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പാർലമെന്റും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അതില് WTO അഗ്രിമെന്റിൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രേഡ് വളരെ ഫ്ലോസ് ആയിട്ട് സ്മൂത്ത്ലി എന്ത് ചെയ്യുക, കൊണ്ടുപോവുക. അതേപോലെ തന്നെ ഫ്രീലി പോസിബിൾ, പ്രെഡിക്റ്റബിളി ആൻഡ് ഫ്രീലി പോസിബിൾ ആക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. WTOയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോ ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് സ്മൂത്ത്ലി, ഫ്രീലി, ഫെയർലി ആൻഡ് പ്രെഡിക്റ്റബിളി. ഓക്കെ, WTOന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ട്രേഡിന്റെ ഫ്ലോ എങ്ങനെയാക്കണം, സ്മൂത്ത് ആക്കണം, ഫ്രീ ആക്കണം, ഫെയർലി ആക്കണം, പ്രെഡിക്റ്റബിളി ആക്കണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് WTOയുടെ പ്രധാനപ്പെട്ട 6 ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ടു സെറ്റ് ആൻഡ് എൻഫോഴ്സ് റൂൾസ് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ്. ഇന്റർനാഷണൽ ട്രേഡിൽ തികച്ചും റൂൾസുകൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടു പ്രൊവൈഡ് എ ഫോറം ഫോർ നെഗോഷിയേഷൻ ആൻഡ് മോണിറ്ററിംഗ് ഫർദർ ട്രേഡ് ലിബറലൈസേഷൻ. ഇനി ട്രേഡിൽ എന്തെങ്കിലും തരത്തിലുള്ള ലിബറലൈസേഷൻ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിനെ മോണിറ്റർ ചെയ്യാനും അതിലൊരു ഭാഗമായിട്ടുള്ള ചർച്ചകൾ നടത്താനും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫോറം എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ട്രേഡ് ഡിസ്പ്യൂട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ റിസോൾവ് ചെയ്യുക. അതേപോലെ തന്നെ ടു ഇൻക്രീസ് ദ ട്രാൻസ്പെറൻസി ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. അതായത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ട്രാൻസ്പെറൻസി കൂട്ടിക്കൊടുക്കുക.
കൂടുതലായിട്ടും ഇപ്പൊ നമുക്കറിയാം മറ്റ് ഇന്റർനാഷണൽ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ തമ്മിലുള്ള കോർപ്പറേഷനും അതേപോലെ തന്നെ ഗ്ലോബൽ എക്കണോമിക് മാനേജ്മെന്റിന്റെ എന്ത് ചെയ്യുക, കോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതും WTOയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. To help developing countries benefit fully from the global trading system. ഗ്ലോബൽ ട്രേഡിംഗ് സിസ്റ്റത്തില് ഒരു ഫുൾ ആയിട്ടുള്ള ബെനഫിറ്റ് എല്ലാ ഡെവലപ്പിംഗ് കൺട്രീസിനും കൊടുക്കുക എന്നുള്ളതും WTOന്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. ഇപ്പോ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ WTO അഗ്രിമെന്റ് നമുക്കറിയാം അല്ലെ. അഗ്രിമെന്റ് ക്രിയേറ്റിംഗ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ്. അതിൽ എന്താണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് വർദ്ധിപ്പിക്കുക, അതേപോലെ തന്നെ ഫുൾ എംപ്ലോയ്മെന്റ് വർദ്ധിപ്പിക്കുക അല്ലെ, അതേപോലെ തന്നെ ഗ്രോയിങ് നമ്മുടെ റിയൽ ഇൻകവും എഫക്റ്റീവ് ഡിമാൻഡും എക്സ്പാൻഡിങ് പ്രൊഡക്ഷനും ട്രേഡ് ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ഒക്കെ എന്ത് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് WTOയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുമ്പോൾ. അപ്പൊ WTOയിലെ പ്രൈമറി പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ട്രേഡ് ബെനഫിറ്റ് ഫോർ ആൾ, എല്ലാവർക്കും ഒരു ഓപ്പൺ ട്രേഡ് ബെനഫിറ്റ് കൊടുക്കുക എന്നുള്ളതും, അതേപോലെ തന്നെ ട്രേഡ് നെഗോഷിയേഷൻ, അതായത് മെമ്പർ ഗവൺമെന്റ്സുകൾ തമ്മിലുള്ള ഒരു ട്രേഡ് നെഗോഷിയേഷൻസും അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റിംഗ് ട്രേഡ് അഗ്രിമെന്റ്സുകൾ കൊണ്ടുവരിക, നാഷണൽ ട്രേഡിംഗ് പോളിസികൾ കൊണ്ടുവരിക, ഡെവലപ്പിംഗ് ട്രേഡ് പോളിസിയുമായി ബന്ധപ്പെട്ട് ഡെവലപ്പിംഗ് കൺട്രീസിനെ അസിസ്റ്റ് ചെയ്യുക, എന്താ പറയുക, അതേപോലെ തന്നെ ടെക്നിക്കൽ അസിസ്റ്റൻസ്, ട്രെയിനിങ് പ്രോഗ്രാംസ്, കോർപ്പറേറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, ഇതെല്ലാം WTO അഗ്രിമെന്റിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. ദെൻ അടുത്തത് സ്ട്രക്ചർ ഓഫ് ദ WTOന്റെ സ്ട്രക്ചർ എന്താണ് എന്നുള്ളത്. WTOന്റെ സ്ട്രക്ചർ പറയുമ്പോൾ നമുക്കറിയാം WTO എന്ന് പറയുന്ന അല്ലെങ്കിൽ WTOന്റെ എല്ലാ ആക്ടിവിറ്റിയും സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? സെക്രട്ടേറിയറ്റ് അല്ലെ, സെക്രട്ടേറിയറ്റ് ആണ്. അത് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ജനീവയിലാണ് അല്ലെ. എന്താണ് ഇതിന്റെ ഹെഡഡ് ആയിട്ട് അല്ലെങ്കിൽ തലവനായിട്ട് ഇരിക്കുന്നത് ഡയറക്ടർ ജനറൽ ആണ്. അതായത് ഇവിടെ 3-tier സിസ്റ്റം ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആണ് ഉണ്ടായത്. 3-tier സിസ്റ്റം ആണ്. അതായത് WTO ടോപ്പ് ലെവൽ ഡിസിഷൻ മേക്കിംഗ് ബോഡി ഉണ്ടായിരിക്കും. മിനിസ്ട്രൽ കോൺഫറൻസ് വിച്ച് ക്യാൻ ടേക്ക് ഡിസിഷൻസ്, മിനിസ്ട്രൽ കോൺഫറൻസിലൂടെ എല്ലാ തീരുമാനങ്ങളും എടുക്കും. എന്നിട്ടോ മൾട്ടിലാറ്ററൽ ട്രേഡ് അഗ്രിമെന്റ്സുകൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. മിനിസ്ട്രൽ കോൺഫറൻസ് മീറ്റ് ചെയ്യുന്നത് ഒരു എന്താ പറയാ അറ്റ്ലീസ്റ്റ് വൺസ് എവറി 2 year, ഓരോ 2 വർഷം കൂടുമ്പോഴും എന്തുണ്ടായിരിക്കും, ഒരു മിനിസ്ട്രൽ കോൺഫറൻസ് ഒരു തവണയെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ദ നെക്സ്റ്റ് ലെവൽ, രണ്ടാമത്തെ ലെവലിൽ വരുന്നത് ജനറൽ കൗൺസിൽ ആണ്. ആദ്യത്തേല് മിനിസ്റ്ററൽ കോൺഫറൻസ്, രണ്ടാമത്തേല് എന്താ വരുന്നത്, മിനിസ്റ്ററൽ കോൺഫറൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ജനറൽ കൗൺസിൽ ആണ് വരുന്നത്. ജനറൽ കൗൺസിൽ എന്ന് പറയുമ്പോൾ സെവറൽ ടൈംസ് ഇൻ എ ഇയർ, ഒരു ജനീവയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. അതേപോലെ തന്നെ WTOന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ജനീവയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇയറിൽ തന്നെ പല പ്രാവശ്യങ്ങളിലായിട്ട് ജനറൽ കൗൺസിലിന് എന്ത് ചെയ്യേണ്ടി വരും, മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ജനറൽ കൗൺസിലിൽ മീറ്റ് ചെയ്യുന്നത് ട്രേഡ് പോളിസി റിവ്യൂകളും അതേപോലെ തന്നെ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ബോഡികളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ പ്രധാനമായിട്ടും മീറ്റ് ചെയ്യുന്നത്. ദെൻ അറ്റ് ദ നെക്സ്റ്റ് ലെവലിലേക്ക് ഗുഡ്സ് കൗൺസിൽ ആണ്. ഗുഡ്സ് കൗൺസിൽ, സർവീസ് കൗൺസിൽ ആൻഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി കൗൺസിൽ, ഇതെല്ലാം ജനറൽ കൗൺസിലിനെ അവരുടെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. ഈ കൗൺസിലുകളെല്ലാം എന്താണ്, WTO അഗ്രിമെന്റിന്റെ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, നടപ്പാക്കുകയും അതേപോലെ തന്നെ അതിൽ സ്പെഷ്യലൈസേഷൻ എന്ന് വേണ്ടിടത്തൊക്കെ എന്ത് ചെയ്യും, അതും ചെയ്യുന്ന ഒരു ടീമാണ് ഗുഡ്സ് ജനറൽ കൗൺസിൽ എന്നത്. ഗുഡ്സ് കൗൺസിൽ, സർവീസ് കൗൺസിൽ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി കൗൺസിൽ എന്നൊക്കെ പറയുന്നത്. അവര് നേരെ റിപ്പോർട്ട് കൊടുക്കേണ്ടത് ജനറൽ കൗൺസിലിനാണ്. ഓക്കെ. ദെൻ അടുത്തത് പറയണത് WTO സെക്രട്ടേറിയറ്റ് മെയിൻറ്റെയിൻസ് വർക്കിംഗ് റിലേഷൻ വിത്ത് ഓൾമോസ്റ്റ് 2 international ഓർഗനൈസേഷൻ ഇൻ ആക്ടിവിറ്റീസ് റേഞ്ചിങ് ഫ്രം സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 200 ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസും അവരുടെ വർക്കിംഗ് റിലേഷൻസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് WTO സെക്രട്ടേറിയറ്റ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സോ റിസർച്ചോ സ്റ്റാൻഡേർഡ് സെറ്റിങ്ങോ അതേപോലെ തന്നെ ടെക്നിക്കൽ അസിസ്റ്റൻസ്, ട്രെയിനിങ്, അങ്ങനെയുള്ളതെല്ലാം WTO സെക്രട്ടേറിയറ്റ് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ തന്നെ ഈ കമ്മിറ്റി സ്പെഷ്യലൈസ്ഡ് കമ്മിറ്റി, ന്യൂമറസ് വർക്കിംഗ് ഗ്രൂപ്സ് ആൻഡ് വർക്കിംഗ് പാർട്ടീസ് വിത്ത് ദ ഇൻഡിവിജ്വൽ അഗ്രിമെന്റ് ആൻഡ് അതർ ഏരിയാസ് സച്ച് ആസ് ദ എൻവയോൺമെന്റ് ഡെവലപ്മെന്റ്, മെമ്പർഷിപ്പ് അപ്ലിക്കേഷൻ ആൻഡ് റീജിയണൽ ട്രേഡ് അഗ്രിമെന്റ്.
അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് സ്പെഷ്യലൈസ്ഡ് കമ്മിറ്റികളും വർക്കിംഗ് ഗ്രൂപ്പുകളും വർക്കിംഗ് പാർട്ടീസും ഇൻഡിവിജ്വൽ അഗ്രിമെന്റുകളും എൻവയോൺമെന്റ് ഡെവലപ്മെന്റ് മെമ്പർഷിപ്പ് അപ്ലിക്കേഷൻ റീജിയണൽ ട്രേഡ് അഗ്രിമെന്റ് ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. WTO അക്കൗണ്ടിങ് എന്ന് പറയുന്നത് 95% ഓഫ് ദ വേൾഡ് ട്രേഡ് കറൻസി 164 മെമ്പേഴ്സും 117 ഡെവലപ്പിംഗ് കൺട്രീസും എന്താണ് സെപ്പറേറ്റ് കസ്റ്റംസ് ടെറിട്ടറി, അറൌണ്ട് 24 അതർ നെഗോഷിയേഷൻ മെമ്പർഷിപ്പ്. അതായത് WTOയില് 95% ഓഫ് വേൾഡ് ട്രേഡിലെ തന്നെ ഒരു 95% എന്ത് ചെയ്തിട്ടുണ്ട് മെമ്പേഴ്സ് കറന്റ്ലി ഇപ്പോ 164 മെമ്പേഴ്സ് ആണ് കാണുന്നത്. അതിൽ 117 രാജ്യങ്ങളും എങ്ങനെയാണ് ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്. ദെൻ സെപ്പറേറ്റ് കസ്റ്റംസ് ടെറിട്ടറി ഉണ്ടായിരിക്കും. എന്നാൽ അറൌണ്ട് 24 അതേഴ്സ് ബാക്കിയുള്ള ഒരു 24 എന്ന് പറയുന്നത് എന്താണ് നെഗോഷിയേഷൻ മെമ്പർഷിപ്പ് ആണ്, ചർച്ചകളൊക്കെ നടത്തുന്നതിനുള്ള മെമ്പർഷിപ്പ്. പിന്നെ WTO അഗ്രിമെന്റ് ആൾ മെമ്പേഴ്സ് ഓഫ് ദി പാർലമെന്റ്. WTO അഗ്രിമെന്റിലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ പാർലമെന്റിലെ എല്ലാ മെമ്പേഴ്സും അത് സമ്മതിക്കാൻ വേണം. ദെൻ അടുത്തത് പറയുന്നത് ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഓക്കെ, ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാവുന്നതാണ്. ഒന്നാമത്തത് മോസ്റ്റ് ഫേവേർഡ് നാഷൻ. Most favored nation treating other people equality under WTO agreement. Countries cannot normally discriminate between their trading partners. അതായത് മോസ്റ്റ് ഫേവേർഡ് നാഷൻ എന്ന് പറയുന്നത് MFN എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രീറ്റിംഗ് അതർ പീപ്പിൾ ഈക്വലി അണ്ടർ WTO അഗ്രിമെന്റ്. അതായത് WTO അഗ്രിമെന്റ് പ്രകാരം അല്ലെങ്കിൽ WTO അഗ്രിമെന്റിലുള്ള എല്ലാ പീപ്പിളും, അതായത് എല്ലാ രാജ്യങ്ങൾക്കും എന്താണ് എല്ലാവരും ട്രേഡിംഗ് പാർട്ട്നേഴ്സ് ആണല്ലോ അല്ലെ. അപ്പൊ അവരുടെ ട്രേഡിംഗ് പാർട്ട്നേഴ്സിന് നോർമലി എങ്ങനെയാണ് ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല എന്നുള്ളതാണ്. അതായത് ചില രാജ്യങ്ങൾക്ക് കുറച്ച് ഫേവറബിള്, ചില രാജ്യങ്ങൾക്ക് എന്താ പറയുക ഫേവറബിൾ അല്ലാത്ത രീതിയിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കനോട്ട് നോർമലി ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ ദർ ട്രേഡിംഗ് പാർട്ട്നേഴ്സ്. ട്രേഡിംഗ് പാർട്ട്നേഴ്സുമായിട്ട് യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഈ ഒരു WTOന്റെ അഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് ഉണ്ടാവാൻ പാടില്ല. Grant someone a special favor and you have to do same for all other WTO members. പക്ഷേ ഗ്രാൻഡ് ചിലപ്പോ ചില ഗ്രാൻഡുകളായിട്ട് എന്ത് ചെയ്യാറുണ്ട്, അതായത് ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ലോവർ കസ്റ്റം ഡ്യൂട്ടി റേറ്റ് ഓൺ ദെയർ പ്രൊഡക്റ്റ്. ചില ഇതിലുള്ള മെമ്പർ കൺട്രീസിൽ ചില ആളുകൾക്ക് എന്ത് ചെയ്യും ലോവർ എന്താ പറയാ കസ്റ്റം ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട് ഈടാക്കുന്നുണ്ട്. ചില ആളുകൾക്ക് വളരെ കൂടുതലായിരിക്കും, ചില ആളുകൾക്ക് കസ്റ്റം ഡ്യൂട്ടി വളരെയധികം കുറയ്ക്കും. അതായത് ചില രാജ്യങ്ങൾക്ക് ഗ്രാൻഡ് എന്ത് ചെയ്യുന്നുണ്ട് ഫേവർ ആയിട്ട്, സ്പെഷ്യൽ ഫേവർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട്. അല്ലാതെ യാതൊരു തരത്തിലുള്ള ട്രേഡിംഗ് പാർട്ട്നേഴ്സിന് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇതിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമുക്കറിയാലോ ദിസ് പ്രിൻസിപ്പിൾ ഈസ് നോൺ ആസ് മോസ്റ്റ് ഫേവേർഡ് നാഷൻ. ഈ ഒരു പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ മോസ്റ്റ് ഫേവേർഡ് നാഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ജനറൽ അഗ്രിമെന്റ് ഓൺ ട്രേഡ്, അതായത് ഗാട്ട് അല്ലെ, ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡില് ഫസ്റ്റ് ആർട്ടിക്കിളിൽ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഗവൺമെന്റ് ഇൻ ഗുഡ്സ് അല്ലെ, ഗവൺമെന്റ് ട്രേഡ് ഗുഡ്സുമായി ബന്ധപ്പെട്ടതാണ് ഇത് വരുന്നത്. MFN അല്ലെങ്കിൽ മോസ്റ്റ് ഫേവേർഡ് നാഷൻ എന്ന് പറയുന്നത് ഗാട്ടിന് എന്താണ് ഈസ് ആൾസോ പ്രിയോറിറ്റി ഇൻ ഗാട്ട്. ഗാട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രിയോറിറ്റി കൂടുതലായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 2 ദ അഗ്രിമെന്റ് ഓൺ റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആർട്ടിക്കിൾ 4 കൊടുത്തിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ ഈച്ച് അഗ്രിമെന്റ് പ്രിൻസിപ്പിൾ ഹാൻഡിൽ സ്ലൈറ്റ്ലി ഡിഫറെന്റ്ലി. ഇപ്പൊ ഏത് അഗ്രിമെന്റ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ളതാണ്. അതായത് 3 അഗ്രിമെന്റ് കവർ ആൾ ദ 3 മെയിൻ ഏരിയ ഓഫ് ട്രേഡ് ഹാൻഡിൽഡ് ബൈ ദി WTO. അപ്പൊ WTO ഹാൻഡിൽ ചെയ്യുന്നത് ഈ 3 ഏരിയകളുടെയും 3 ഏരിയ ഓഫ് ട്രേഡിന്റേഴ്സിന്റെയും 3 അഗ്രിമെന്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കവർ ചെയ്യുന്നുണ്ട്.
സം എക്സെപ്ഷൻസ് ആർ അലൗഡ്. ചില എക്സെപ്ഷൻസ് ഒക്കെ ഇവിടെ അലോ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൺട്രീസ് ക്യാൻ സെറ്റപ്പ് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ദാറ്റ് അപ്ലൈ ഓൺലി ടു ഗുഡ്സ് ട്രേഡഡ് വിത്തിൻ ദി ഗ്രൂപ്പ്. അതായത് ഇവിടെ ചില എക്സെപ്ഷൻസ് നമുക്ക് കൊടുത്തിട്ടുള്ളത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് കൺട്രികൾക്ക് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സെറ്റപ്പ് ചെയ്യാം, ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്. പക്ഷേ അതെങ്ങനെയായിരിക്കണം, അത് അപ്ലൈ ചെയ്യേണ്ടത് ഈ ഗ്രൂപ്പിലുള്ള ആളുകളുമായിട്ടുള്ള ഒരു ട്രേഡിലായിരിക്കും അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഡിസ്ക്രിമിനേറ്റിംഗ് അഗെയിൻസ്റ്റ് ഗുഡ്സ് ഫ്രം ഔട്ട്സൈഡ്, അതായത് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഗുഡ്സിന് എതിരായിട്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ദേ ക്യാൻ ഗിവ് ഡെവലപ്പിംഗ് കൺട്രീസ് സ്പെഷ്യൽ അസസ് ടു മേക്ക് ദെയർ മാർക്കറ്റ്. ഇപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിനാണെന്നുണ്ടെങ്കിൽ അവരുടെ മാർക്കറ്റിൽ സ്പെഷ്യൽ അസസ് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. കാരണം അവരുടെ രാജ്യം എന്ന് പറയുന്നത് ബാരിയേഴ്സ് റൈസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ ട്രേഡും അൺഫെയർലി എങ്ങനെയായിരിക്കും, സ്പെസിഫിക് കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിട്ടും എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള പ്രത്യേകതകളൊക്കെ ഇവിടെ ഉണ്ട്, ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. then അടുത്തത് പറയുന്നത് ലിമിറ്റഡ് സർക്കംസ്റ്റാൻസസ് ടു ഡിസ്ക്രിമിനേറ്റ് ബട്ട് ദ അഗ്രിമെന്റ് ഓൺലി പെർമിറ്റ് ദീസ് എക്സ്പെക്ഷൻസ്. അതായത് ഇപ്പൊ നമുക്കറിയാലോ ഈ പ്രൊഡക്റ്റുകളെല്ലാം എങ്ങനെയാണ് വളരെ സ്പെസിഫിക് എന്താ പറയാ കൺട്രീസ് ആണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നത്, കാണപ്പെടുന്നത്. എല്ലാ എന്താ പറയാ സർവീസുകളും അതേപോലെ തന്നെ കൺട്രീസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അലൗ ചെയ്യുന്നുണ്ട്. ലിമിറ്റഡ് സർക്കംസ്റ്റാൻസസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സ്ട്രിക്റ്റ് കണ്ടീഷൻസ് കാണുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം ജനറൽ എഫ്എമ്മിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നത്. ദെൻ എല്ലാ ട്രേഡിംഗ് പാർട്ട്നേഴ്സിനും ഗുഡ്സ് ആൻഡ് സർവീസ് സെയിം പോലെയാണ് എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത് എന്നുള്ളതും റിച്ച് എന്നോ പുവർ എന്നോ വീക്ക് എന്നോ സ്ട്രോങ് എന്നുള്ള ഒരു വ്യത്യാസം പാടില്ല എന്നുള്ളതും എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് നാഷണൽ ട്രീറ്റ്മെന്റ്. നാഷണൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫോറിനേഴ്സ് ട്രീറ്റ് ചെയ്യുന്നു. അത് ലോക്കൽസ് ഈക്വലി ഇമ്പോർട്ടഡ് ആൻഡ് ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി. ഓക്കെ, അപ്പൊ ഈക്വലി ട്രീറ്റഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ഈക്വലി ഇമ്പോർട്ടഡ് ആണ്, ലോക്കൽ ഈക്വലി ഇമ്പോർട്ടഡ് ആണ്. അതേപോലെ തന്നെ ഫോറിനേഴ്സ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയുള്ളതെല്ലാം നാഷണൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ആഫ്റ്റർ ദ ഫോറിൻ ഗുഡ്സ് ഹാവ് എന്റേർഡ് ദ മാർക്കറ്റ്. ഇപ്പോ നമ്മളുടെ മാർക്കറ്റിലേക്ക് ഫോറിൻ ഗുഡ്സുകൾ എൻ്റർ ചെയ്തതിന് ശേഷം എങ്കിലും എന്ത് ചെയ്യാം, എന്താ പറയുക, ഈ പറയുന്ന ലോക്കൽസിന് ഈക്വലി ഇമ്പോർട്ടഡും അതേപോലെ തന്നെ ട്രേഡിംഗ് ഫോറംസും അതേപോലെ തന്നെ ഇമ്പോർട്ടഡ് ടു ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ഷീറ്റ് ഈക്വലി ആക്കുന്നുണ്ട്. ദ സെയിം ഷുഡ് അപ്ലൈ ടു ഫോറിൻ ആൻഡ് ഡൊമസ്റ്റിക് സർവീസസ്. എന്താ പറയുക, ഇവിടെ ഫോറിനേഴ്സിനും അതേപോലെ തന്നെ ഡൊമസ്റ്റിക് സർവീസിനും ഫോറിൻ ലോക്കൽ ട്രേഡ് മാർക്കുകള്, കോപ്പി റൈറ്റുകള്, പാറ്റന്റ് അങ്ങനെയുള്ളതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നാഷണൽ ട്രീറ്റ്മെന്റ് പ്രിൻസിപ്പിള് എന്താണ്, 3 പ്രധാനപ്പെട്ട WTO അഗ്രിമെന്റുകൾക്കാണ് പറയുന്നത്. ആർട്ടിക്കിൾ 3 ഓഫ് ഗാട്ട്, ആർട്ടിക്കിൾ 17 ഓഫ് ഗാട്ട്, ആർട്ടിക്കിൾ 3 ഓഫ് ട്രിപ്സ്. ഈ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്, സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആയിട്ടാണ്. ഓരോന്നും തമ്മിൽ സ്ലൈറ്റ്ലി ഡിഫറൻസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രിൻസിപ്പിൾ എന്ത് ചെയ്യുന്നത്, വളരെയധികം ഹാൻഡിൽ ചെയ്യുന്നത്. ദെൻ നാഷണൽ ട്രീറ്റ്മെന്റ്സ് ഓൺലി അപ്ലൈ വൺസ് പ്രൊഡക്റ്റ്. ഈ നാഷണൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റിൽ മാത്രമാണ്. കാരണം സർവീസ് എന്ന് പറയുന്നത്, സർവീസ് ഓർ ഐറ്റം എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് entered the market, therefore changing custom duty and on import is not violation of international trade even it locally produced product are not charged an equivalent tax. then അടുത്തത് ഫ്രീ ട്രേഡ് ഗ്രാജുവലി ത്രൂ നെഗോഷിയേഷൻ എന്നുള്ളതാണ് പറയുന്നത്. ഫ്രീ ട്രേഡ് ഗ്രാജുവലി ത്രൂ നെഗോഷിയേഷൻ, അതായത് ലോവർ ട്രേഡിംഗ് ബാരിയേഴ്സ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ആംബിയസ് മീൻസ് ഓഫ് എൻകറേജിങ് ട്രേഡ്. ട്രേഡ് എൻകറേജ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോവറിംഗ് ട്രേഡിംഗ് ബാരിയേഴ്സ് കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊക്കെയാണ്, കസ്റ്റംസ് ഡ്യൂട്ടീസ്, താരിഫ്, ടാക്സ് അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും
ബാരിയേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഇമ്പോർട്ട് ബാൻസ്, കോട്ടാസ് ഇതൊക്കെ റെസ്ട്രിക്ട് ചെയ്യുക, ക്വാണ്ടിറ്റി സെലക്റ്റീവ് ആക്കുക, അത് റെസ്ട്രിക്ട് ചെയ്യുക, അങ്ങനെയുള്ള മെഷേഴ്സുകളെല്ലാം എന്ന് പറയുന്നതും ഈ ബാരിയേഴ്സ് ആയിട്ട് നമുക്ക് വരാവുന്നതാണ്. അപ്പൊ ഫ്രം ടൈം ടു ടൈം ഇഷ്യൂസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും വരുന്നത്? എക്സ്ചേഞ്ച് പോളിസി എന്ന് പറയുന്നതും എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ WTO എഗ്രിമെന്റ് അലോ ചെയ്യുന്നത് കൺട്രീസ് ടു ഇൻട്രൊഡ്യൂസ് ചേഞ്ചസ് ഗ്രാജുവലി. രാജ്യങ്ങളെല്ലാവരും അവരുടെ ചേഞ്ചസ് ഗ്രാജുവലി എന്ത് ചെയ്യുക? ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള അനുവാദം കൊടുക്കുക എന്നുള്ളത് WTO എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നു. അതേപോലെ തന്നെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ലിബറലൈസേഷനും ഡെവലപ്പിംഗ് കൺട്രീസിനെ യൂഷ്വലി എന്താ പറയുക, അവരുടെ ഇതായിട്ടുള്ള ഒബ്ലിഗേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു എന്നുള്ളതാണ്. ദെൻ അടുത്തത് പറയുന്നത് പ്രെഡിക്റ്റബിലിറ്റി ത്രൂ ബൈൻഡിങ് ആൻഡ് ട്രാൻസ്പെറൻസി. ചില സമയങ്ങളിൽ നമ്മൾ പ്രോമിസ് ചെയ്ത പോലെ തന്നെ എന്താണ് ട്രേഡ് ബാരിയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാരിയേഴ്സും അതേപോലെ തന്നെ ലോവറിംഗ് വൺ, ബിക്കോസ് പ്രോമിസ് ഗീവ്സ് ബിസിനസ് ക്ലിയർ വ്യൂ ഓഫ് ദെയർ ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റി. ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റി വളരെ ക്ലിയർ ആയിട്ടും അതേപോലെ തന്നെ ബിസിനസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പ്രോമിസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ് ട്രേഡ് ബാരിയേഴ്സ് നമുക്ക് കുറച്ചു കൊണ്ടുവരാനുള്ള പ്രോമിസ് കൊടുക്കുന്നുണ്ട്. വിത്തിൻ ദ സ്റ്റെബിലിറ്റി ആൻഡ് പ്രഡിക്റ്റബിലിറ്റി ഇൻവെസ്റ്റ്മെന്റ് എൻകറേജ്ഡ്. അതായത് പ്രഡിക്റ്റബിലിറ്റിയും അതേപോലെ തന്നെ സ്റ്റെബിലിറ്റിയും നമ്മൾ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ്മെന്റിനെ എൻകറേജ് ചെയ്യും, ഒരുപാട് ജോബ് ക്രിയേറ്റ് ചെയ്യും, കൺസ്യൂമേഴ്സിന് കൂടുതൽ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് കൂടുമ്പോൾ അവർക്ക് ബെനിഫിറ്റ് കൂടും, ചോയ്സും അതേപോലെ തന്നെ പ്രൈസ് എന്ന് പറയുന്നതും എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും കുറയുകയും ചെയ്യും. In the WTO, when the countries agree to open their market for goods and services, they bind their commitments. അപ്പൊ WTO പ്രകാരം എപ്പോഴാണോ രാജ്യങ്ങള് അവരുടെ മാർക്കറ്റുകള് ഗുഡ്സ് ആൻഡ് സർവീസിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യാൻ സമ്മതിക്കുന്നത്, സോ ആ സമയത്ത് അവരുടെ കമ്മിറ്റ്മെന്റുകൾ എന്ത് ചെയ്യുന്നു? ഉണ്ടാകുന്നു. For goods, these bindings amount to ceilings on customs tariff rates. അതായത് ഈ ഒരു ഗുഡ്സിന്റെ കാര്യത്തിൽ അവരുടെ ബൈൻഡിങ്സ്, എമൗണ്ട്, അതേപോലെ തന്നെ കസ്റ്റംസ് താരിഫ് റേറ്റുകൾ ഇതെല്ലാം വളരെയധികം എന്ത് ചെയ്യും? സീൽ ചെയ്യും. അതേപോലെ തന്നെ സംടൈം കൺട്രീസ് ടാക്സ് ഇമ്പോർട്ട് റേറ്റ് ദാറ്റ് ആർ ലോവർ ദാൻ ദ ബൗണ്ട് റേറ്റ്. ബൗണ്ട് റേറ്റിനെക്കാട്ടിലും ലോവർ റേറ്റിലായിരിക്കും ചിലപ്പോ എന്ത് ചെയ്യുന്നത്? ഇമ്പോർട്ട് റേറ്റ് എന്ന് പറയുന്നത് ചില രാജ്യങ്ങളിൽ ഈടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഫ്രീക്വന്റ്ലി ഇതെന്ന് പറയുമ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിന്റെ കേസിൽ വരുമ്പോ ആണ് എന്ത് ചെയ്യുന്നത്? ഇത് സംഭവിക്കുന്നത്. ഡെവലപ്ഡ് കൺട്രീസ് ആണെന്നുണ്ടെങ്കിൽ റേറ്റ് ആക്ച്വലി ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൗണ്ട് റേറ്റ് ടെൻഡ് ടു ബി സെയിം ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, ദെൻ അടുത്തത് പറയുന്നത് പ്രൊമോട്ടിംഗ് ഫെയർ കോമ്പറ്റീഷൻ ആണ്. പ്രൊമോട്ടിംഗ് ഫെയർ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ WTO ചില സമയത്ത് എന്താണ് ഫ്രീ ട്രേഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടും അതേപോലെ തന്നെ ചിലപ്പോൾ അത് എൻറ്റയർലി അക്യുറേറ്റ് ആയിട്ടൊന്നും കാണാൻ സാധിച്ചില്ലെങ്കിലും ഫ്രീ ട്രേഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഈ ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ താരിഫും അതേപോലെ തന്നെ ഒരുപാട് ലിമിറ്റഡ് സർക്കംസ്റ്റാൻസസിന്റെ ഒക്കെ ഭാഗമായിട്ടും പ്രൊട്ടക്ഷൻ ഫോംസിന്റെ രൂപത്തിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. കൂടുതലായിട്ടും അക്യുറേറ്റ്ലി അല്ലെ, മോർ അക്യുറേറ്റ്ലി ഇറ്റ് ഈസ് എ സിസ്റ്റം റൂൾസ് ഡെഡിക്കേറ്റഡ് ടു ഓപ്പൺ, ഡെഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഫെയർ ആയിട്ടും അൺഡിസോർട്ടഡ് ആയിട്ടുള്ള കോമ്പറ്റീഷനും അതേപോലെ തന്നെ റൂൾസ് ഓൺ നോൺ ഡിസ്ക്രിമിനേഷനും MFN ആൻഡ് നാഷണൽ ട്രീറ്റ്മെന്റും ഒക്കെ എന്താണ് ഇതിലെ ഫ്രീ ട്രേഡിൽ ഉണ്ടാകുന്ന എന്താ പറയുക ഫെയർ കണ്ടീഷൻസ് ഓഫ് ട്രേഡ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ അടുത്തത് വരുന്നത് എൻകറേജിങ് ഡെവലപ്മെന്റ് ആൻഡ് എക്കണോമിക് റീഫോം. അതായത് സിസ്റ്റം എന്ന് പറയുമ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഡെവലപ്മെന്റിനാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്പിംഗ് കൺട്രീസിന് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്, വളരെ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ഈ ഫ്ലെക്സിബിലിറ്റി നടപ്പാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് എഗ്രിമെന്റും ആവശ്യമുണ്ട്. അപ്പൊ ഈ എഗ്രിമെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു ഗാട്ടിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രൊവിഷൻസ് അതേപോലെ തന്നെ സ്പെഷ്യൽ അസിസ്റ്റൻസും ട്രേഡ് കൺസെഷൻസും ഒക്കെ ആവശ്യമാണ് ഡെവലപ്പിംഗ് കൺട്രീസിന്. അതേപോലെ തന്നെ ഓവർ 3/4 WTO മെമ്പേഴ്സ് ആർ ഡെവലപ്പിംഗ് കൺട്രീസ് ആൻഡ് കൺട്രീസ് ഇൻ ട്രാൻസിഷൻ മാർക്കറ്റ് എക്കണോമി.
ഇപ്പോ നമുക്കറിയാം 3 ക്വാർട്ടർ WTO മെമ്പേഴ്സിൽ 3 ക്വാർട്ടേഴ്സ് ആണ്. അതേപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസും അതേപോലെ തന്നെ ഇവിടെ മാർക്കറ്റ് എക്കണോമീസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. ഇതില് 7.5 years ഉറുഗ്വേ റൗണ്ട് ഏകദേശം 60 ഓഫ് ദ കൺട്രീസ് ഇംപ്ലിമെന്റഡ് ട്രേഡ് ലിബറലൈസേഷൻ പ്രോഗ്രാംസ് ഓട്ടോണമസ്ലി പലതരത്തിലുള്ള ട്രേഡ് ലിബറലൈസേഷൻ പ്രോഗ്രാമുകളും ഏകദേശം 60 രാജ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉറുഗ്വേ റൗണ്ട് അല്ലെ ഏകദേശം ഒരു 7.5 years ആയപ്പോഴേക്കും നടപ്പിലാക്കുകയുണ്ടായി. അറ്റ് ദ സെയിം ടൈം ഡെവലപ്പിംഗ് കൺട്രീസ് എന്ത് ചെയ്തിട്ടുണ്ട്, കൂടുതൽ ആക്റ്റീവും അതേപോലെ തന്നെ ഉറുഗ്വേ റൗണ്ട് നെഗോഷിയേഷനിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് പല എന്താ പറയാ കറണ്ട് ദോഹ ഡെവലപ്മെന്റ് അജണ്ട കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, നടപ്പാക്കുകയുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഉറുഗ്വേ റൗണ്ടിന്റെ അവസാനം ആയപ്പോഴേക്കും ഡെവലപ്പിംഗ് കൺട്രീസ് എല്ലാതും കൂടുതലായിട്ട് റിക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡെവലപ്ഡ് കൺട്രീസിന്റെ എന്താ പറയാ ഒബ്ലിഗേഷൻസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എഗ്രിമെന്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടില്ല, ഡിഡ് ഗിവ് ദം ട്രാൻസിഷൻ പീരിയഡ് ടു അഡ്ജസ്റ്റ് മോർ അൺഫെമിലിയർ ആൻഡ് പെർഹാപ്സ് ഡിഫിക്കൽട്ട് ടു WTO പ്രൊവിഷൻസ്. പർട്ടിക്കുലറി ഇത് വളരെയധികം ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസും ഉണ്ട് അല്ലെ. അപ്പൊ ലീസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുവറസ്റ്റ് ആയിട്ടുള്ള കൺട്രീസും നമുക്കിടയിലുണ്ട്. അതുകൊണ്ട് ഇത് വളരെ വലിയ രീതിയിൽ നടപ്പാക്കുക എന്ന് പറയുന്നത് വളരെ ദുസ്സഹമായിട്ടുള്ള ഒരു കാര്യം കൂടിയായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ മിനിസ്ട്രൽ ഡിസിഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ റൗണ്ടിന്റെ അവസാനത്തോട് കൂടിയിട്ട് ബെറ്റർ ഓഫ് കൺട്രീസ് ഷുഡ് ആക്സിലറേറ്റ് ഇംപ്ലിമെന്റിംഗ് മാർക്കറ്റ് അസസ് കമ്മിറ്റ്മെന്റ്. അപ്പൊ അവര് പറയുകയാണ് എന്ത്, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ മാർക്കറ്റിലും എന്ത് ചെയ്യുക, ഇത് നടപ്പിലാക്കുക അല്ലെ. എക്സ്പോർട്ടഡ് ബൈ ദ ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ്, ഗുഡ്സുകളെല്ലാം ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിലേക്ക് എന്ത് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ അവരുടെ ടെക്നിക്കൽ അസിസ്റ്റൻസ് വർദ്ധിപ്പിക്കാനും അത് ഡെവലപ്ഡ് കൺട്രീസിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനും അതേപോലെ തന്നെ ഡ്യൂട്ടി ഫ്രീ ആക്കുക, കോട്ട ഫ്രീ ഇമ്പോർട്ട് കൊടുക്കുക, എല്ലാ പ്രൊഡക്റ്റുകളും ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഫേവർ ഒക്കെയാണ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. On all of these, WTO its members still going through a learning process. അതായത് WTOയും WTOയിലെ മെമ്പേഴ്സും ഇപ്പോഴും എന്ത് ചെയ്യാണ്, ഇതുമായി ബന്ധപ്പെട്ട ലേണിംഗ് പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. The current Doha development agenda includes developing countries concerned about the difficulties they face implementing the Uruguay Round Agreement. ഉറുഗ്വേ റൗണ്ട് എഗ്രിമെന്റ് നടപ്പാക്കുന്നതിന് ഒരുപാട് ഡിഫിക്കൽട്ടീസ് അവര് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എവിടെ, കറണ്ട് ദോഹ ഡെവലപ്മെന്റ് അജണ്ട ഇൻക്ലൂഡ്സ് ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് വരുമ്പോൾ. ഓക്കെ, ഇനി എന്തൊക്കെയാണ് WTOന്റെ എഗ്രിമെന്റ്സുകൾ എന്നുള്ളതാണ് നമുക്ക് ഇനി പറയാനുള്ളത്. ഓക്കെ, ബട്ട് WTOന്റെ എഗ്രിമെന്റ്സുകളിൽ ആദ്യം പറയുന്ന ഏറ്റവും കൂടുതലായിട്ട് പറയുന്ന പ്രൊവിഷൻസ്, ഒന്നാമത്തേതായിട്ട് പറയുന്നത് agreement on agriculture aims at strengthening GATT discipline and improving agricultural trade. അതായത് ഇവിടെ ഏറ്റവും ഗാട്ടിലെ ഏറ്റവും പ്രധാനമായിട്ടും സ്ട്രെങ്തൻ ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ ആണ്. കാരണം അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അഗ്രികൾച്ചറൽ ട്രേഡിനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതിനു വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ബൈൻഡിങ് കമ്മിറ്റ്മെന്റ്സുകൾ WTO മെമ്പേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, 3 മാർക്കറ്റ് അസസും അതേപോലെ തന്നെ ഡൊമസ്റ്റിക് സപ്പോർട്ടും എക്സ്പോർട്ട് സബ്സിഡിയും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നു. രണ്ടാമത്തത് എഗ്രിമെന്റ് ഓൺ അപ്ലിക്കേഷൻ സാനിറ്ററി ആൻഡ് ഫൈറ്റോ സാനിറ്ററി മെഷേഴ്സ് ആണ്. കാരണം ആദ്യം അഗ്രികൾച്ചറിനാണ് എഗ്രിമെന്റ് എന്താ പറയുക എയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടാമതായിട്ട് അപ്ലിക്കേഷൻ ഓഫ് സാനിറ്ററി ആൻഡ് ഫൈറ്റോ സാനിറ്ററി മെഷേഴ്സ് ആണ്. കാരണം നമുക്കറിയാം മൾട്ടിലാറ്ററൽ ഫ്രെയിംവർക്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അവിടെ പ്ലാനിങ്, അഡോപ്ഷന്, ഇംപ്ലിമെന്റേഷൻ അല്ലെ, ഈ സാനിറ്ററിന്റെയും ഫൈറ്റോ സാനിറ്ററിന്റെയും മെഷേഴ്സുകൾ എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക, അഡോപ്റ്റ് ചെയ്യുക, പ്ലാൻ ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അൺജസ്റ്റിഫയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ പറയുന്നത് ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും. അപ്പോൾ ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത് ടു മിനിമൈസ് ദെയർ അഡ്വേഴ്സ് ഇഫക്റ്റ് ഓൺ ട്രേഡ്, ട്രേഡിൽ ഉണ്ടായിട്ടുള്ള അഡ്വേഴ്സ് ഇഫക്റ്റുകളെല്ലാം മിനിമൈസ് ചെയ്യുക എന്നുള്ളതും ഇന്റർനാഷണൽ ട്രേഡിലെ റെസ്ട്രിക്റ്റ് എന്ത് ചെയ്യുക, കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതും എന്താണ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നു. മൂന്നാമത്തത് എഗ്രിമെന്റ് ഓൺ ടെക്സ്റ്റൈൽസ് ആൻഡ് ക്ലോത്തിങ്.
റീപ്ലേസ്ഡ് ദ മൾട്ടി ഫൈബർ അറേഞ്ച്മെന്റ്. മൾട്ടി ഫൈബർ അറേഞ്ച്മെന്റിന്റെ എന്താണ് എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നു. കാരണം ടെക്സ്റ്റൈൽ ക്ലോത്തിങ് എന്ന് പറയുന്ന എഗ്രിമെന്റ് റീപ്ലേസ് ചെയ്തിട്ടാണ് മൾട്ടി ഫൈബർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. 1974 ഇത് എന്ത് ചെയ്യുന്നത്, വരുന്നത്. കാരണം ഇമ്പോർട്ട് പ്രൊട്ടക്ഷൻ പോളിസി നിലനിർത്തുന്നതായിരുന്നു ഇത്. ATC provides that textile trade should be deregulated by gradually integrating into GATT discipline over a 10-year transition period. ഏകദേശം ഒരു 10 വർഷമാണ് ട്രാൻസിഷൻ പീരീഡ് ആയിട്ട് ഗാട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഗ്രാജുവലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ടെക്സ്റ്റൈൽ ട്രേഡ് എന്ത് ചെയ്യുക, ഡീറെഗുലേറ്റഡ് ചെയ്യുക. അടുത്തത് അഗ്രിമെന്റ് ടെക്നിക്കൽ ബാരിയേഴ്സ് ടു ട്രേഡ് ആണ്. അതായത് ഇതിന്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, സ്റ്റാൻഡേർഡ്സ് കൺഫേമിറ്റി അസസ്മെന്റ് സിസ്റ്റം ഫ്രം ബിക്കം അൺനെസസറി ട്രേഡ് ബാരിയേഴ്സ്, അല്ലെ. അൺനെസസറി ആയിട്ടുള്ള ട്രേഡ് ബാരിയേഴ്സിനെ എന്ത് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക. അതേപോലെ തന്നെ സെക്യൂറിംഗ് ആയിട്ടുള്ള, വളരെ ട്രാൻസ്പെറൻസി ആയിട്ടുള്ള, വളരെ ഹാർമണൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരിക എന്നുള്ളതും ഇതിന്റെ ഭാഗമായിട്ട് വരും. ദെൻ അടുത്തത് എഗ്രിമെന്റ് ഓൺ ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് മെഷേഴ്സ്, ട്രിംസ് എന്നാണ് പറയുന്നത്. ഇത് എക്സ്പാൻഡ് ചെയ്യുന്നത് ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് മെഷേഴ്സ് വളരെ ഡിസിപ്ലിൻ ആയിട്ടും വളരെ ക്രോസ് ബോർഡർ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എന്ത് ചെയ്യുക, കൊണ്ടുവരിക എന്നുള്ളത്. കാരണം ഇവിടെ കൺട്രീസ് റിസീവിംഗ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഷാൾ നോട്ട് ഇമ്പോസ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് കൺട്രീസ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകൾ റിസീവ് ചെയ്യുമ്പോൾ അതിലൊരിക്കലും ഇൻവെസ്റ്റ്മെന്റ് മെഷേഴ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പാടില്ല, ഇമ്പോസ് ചെയ്യാൻ പാടില്ല, അല്ലെ. അതായത് ചില റിക്വയർമെന്റ്സുകൾ, കണ്ടീഷൻസ്, റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് പറയണത്. ദെൻ അടുത്തത് ആന്റി ഡംപിംഗ് അഗ്രിമെന്റ് ആണ്. ആന്റി ഡംപിംഗ് അഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ ഡംപിംഗ് മാർജിൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഡംപിംഗ് ഇൻവെസ്റ്റിഗേഷൻസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ആന്റി ഡംപിംഗ് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനും അതേപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയെ എന്താ പറയാ, മിസ്യൂസ് ചെയ്യാതിരിക്കാനും അബ്യൂസ് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ട് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആന്റി ഡംപിംഗ് മെഷേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. ദ നെക്സ്റ്റ് വൺ പറയണത് കസ്റ്റം വാല്യുവേഷൻ അഗ്രിമെന്റ്. ഇവിടെ സ്പെസിഫൈ റൂൾസ് ഫോർ മോർ കൺസിസ്റ്റന്റ് ആൻഡ് റിലയബിൾ കസ്റ്റംസ് വാല്യുവേഷൻ ആൻഡ് എയിംസ് ഹാർമണിയസ് കസ്റ്റംസ് വാല്യുവേഷൻ സിസ്റ്റം ഓൺ ഇന്റർനാഷണൽ ബേസിസ് ബൈ എലിമിനേറ്റിംഗ് ആർബിട്രറി വാല്യുവേഷൻ സിസ്റ്റം. അതായത് ഇവിടെ കസ്റ്റം വാല്യുവേഷൻ അഗ്രിമെന്റ് എന്ന് പറയുന്നത് സ്പെസിഫൈ ചെയ്യുന്നത് കുറച്ച് എന്താ പറയുക, റിലയബിൾ ആയിട്ടുള്ള കസ്റ്റംസ് വാല്യുവേഷന്റെ ഭാഗമായിട്ടാണ്. കാരണം ഒരുപാട് വാല്യുവേഷൻ സിസ്റ്റംസ് എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. പിന്നീട് പറയുന്നത് എഗ്രിമെന്റ് ഓൺ പ്രീ ഷിപ്മെന്റ് ഇൻസ്പെക്ഷൻ. അഗ്രിമെന്റ് ഓൺ പ്രീ ഷിപ്മെന്റ് ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ പ്രീ ഷിപ്മെന്റിലെ ട്രാൻസ്പെറൻസി സെക്യൂർ ചെയ്യാനും അതിൽ ഇൻസ്പെക്ഷൻ കൊണ്ടുവരിക, കമ്പനി ഡിസൈനിങ് ചെയ്യുക, അതേപോലെ തന്നെ ഇമ്പോർട്ടിംഗ് കൺട്രികൾ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഇൻസ്പെക്ഷൻസ്, അതായത് ഓരോന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റി, അതിന്റെ വോളിയം, അതിന്റെ പ്രൈസ്, അതിന്റെ താരിഫ് ക്ലാസിഫിക്കേഷൻ, കസ്റ്റം വാല്യുവേഷൻ, ഇതൊക്കെ എന്ത് ചെയ്യണം, പ്രധാനമായിട്ട് നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യണം. ഓക്കെ, then agreement on rules of origin provide for the harmonization of rules of origin for application to all non-preferential commercial policy instruments. അതായത് ഒരുപാട് റൂൾസും ഒറിജിൻ പ്രൊവൈഡ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹാർമണൈസേഷൻ ഓഫ് റൂൾസ് എന്ന് പറയുന്നത് എന്താണ്, ഹാർമണൈസേഷൻ ഓഫ് റൂൾസ് എന്ന് പറയുമ്പോൾ ഒറിജിൻ ഫോർ അപ്ലിക്കേഷൻ ആണ്. കാരണം എല്ലാ നോൺ പ്രിഫറൻഷ്യൽ കൊമേഴ്ഷ്യൽ പോളിസി ഇൻസ്ട്രുമെന്റ്സുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ആൾസോ പ്രൊവൈഡ്സ് ഫോർ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് പ്രൊസീജിയേഴ്സ്. ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നതും അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, കാണുന്നു. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് എഗ്രിമെന്റ് ഓൺ ഇമ്പോർട്ട് ലൈസിംഗ് പ്രൊസീജിയേഴ്സ്. കാരണം അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയേഴ്സും അതേപോലെ തന്നെ ഇമ്പോർട്ട് ലൈസിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് കൺട്രികളിൽ എന്താണ്, ട്രേഡ് ബാരിയേഴ്സിന് ഡിഫറെന്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നടപ്പാക്കുന്നത്. എല്ലാത്തിലും ഒരേപോലെ ആയിരിക്കില്ല. ദെൻ അഗ്രിമെന്റ് ഓൺ സബ്സിഡി. കൗണ്ടർ വെയിങ് മെഷേഴ്സ് എയിം ടു ക്ലാരിഫൈ ഡെഫിനിഷൻ ഓഫ് സബ്സിഡി, അല്ലെ. അതായത് സബ്സിഡി എവിടെയാണ് കൊടുക്കേണ്ടത്, സ്ട്രെങ്തൻ ഡിസിപ്ലിൻ എവിടെയാണ്, സബ്സിഡി എവിടെയാണ്, ഏത് തരത്തിലുള്ള സബ്സിഡിയാണ്, അതേപോലെ തന്നെ കൗണ്ടർ വെയിലിംഗ് താരിഫുകൾ ഏതൊക്കെയാണ്, അതൊക്കെയാണ് എഗ്രിമെന്റ് ഓൺ
സബ്സിഡി ആൻഡ് കൗണ്ടർ വെയിലിംഗ് മെഷേഴ്സിൽ പറയുന്നത്. അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എഗ്രിമെന്റ് ഓൺ സേഫ് ഗാർഡ്. എഗ്രിമെന്റ് ഓൺ സേഫ് ഗാർഡ് എന്ന് പറയുമ്പോൾ ക്ലാരിഫൈ ഡിസിപ്ലിൻ ഫോർ റിക്വയർമെന്റ് ആൻഡ് പ്രൊസീജിയർ ഫോർ ഇമ്പോസിംഗ് സേഫ് ഗാർഡ്, related measures which are emergency measures to restrict import in the event of a sudden surge in imports. അതായത് എഗ്രിമെന്റ് ഓൺ സേഫ് ഗാർഡ്സ് അല്ലെ, അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള എന്താ പറയാ ഡിസിപ്ലിൻസ് ക്ലാരിഫൈ ചെയ്യുക, അതേപോലെ തന്നെ അതിന്റെ പ്രൊസീജിയേഴ്സ് ഇമ്പോസിങ് ചെയ്യുക, സേഫ് ഗാർഡ് റിലേറ്റഡ് മെഷേഴ്സ് എല്ലാം എന്ത് ചെയ്യുക, കൊടുക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, അതായത് ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ റിക്വയർമെന്റ്സും അതിന്റെ പ്രൊസീജിയേഴ്സും ഒരു എന്താ പറയാ എന്തൊക്കെയാണ് ഇമ്പോസ് ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ മെഷേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ എന്ത് ചെയ്യുന്നത് ഈ എഗ്രിമെന്റിൽ പറയുന്നത്. ദെൻ അടുത്തത് ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് സർവേ ഗാർഡ്സ് അല്ലെ. ഈ ഒരു എഗ്രിമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, ട്രേഡ് ഇൻ സർവീസ് റിഗാർഡിംഗ് ഒബ്ലിഗേഷൻസ്, അതായത് ട്രേഡിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ചില ജനറൽ ഒബ്ലിഗേഷൻസ് ആണ് ഈ ഒരു അഗ്രിമെന്റിൽ പറയുന്നത്. അതായത് മോസ്റ്റ് ഫേവേർഡ് നാഷൻ ട്രീറ്റ്മെന്റിന് എങ്ങനെയാണ്, അതും എങ്ങനെയായിരിക്കും, ട്രാൻസ്പെറൻസി ആയിട്ടാണോ, അതേപോലെ തന്നെ സർവീസ് സെക്ടേഴ്സ് എങ്ങനെയാണ് എന്യൂമറേറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഒരുപാട് കമ്മിറ്റ്മെന്റുകൾ എങ്ങനെയൊക്കെയാണ് മെയ്ഡ് ചെയ്യുന്നത്, മെമ്പർ കൺട്രീനെ എങ്ങനെയൊക്കെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഡിസ്ക്രിമിനേറ്ററി മെഷേഴ്സിനെ എങ്ങനെ നമുക്ക് മാറ്റാം അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ദെൻ അഗ്രിമെന്റ് ഓൺ ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്, ഇവിടെ പറയുന്നത് ട്രിപ്സ് ആണ്. കാരണം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അല്ലെ, അതായത് ഈ ഒരു അഗ്രിമെന്റിൽ പറയുന്നത് മോസ്റ്റ് ഫേവേർഡ് നാഷൻ ട്രീറ്റ്മെന്റും അതേപോലെ തന്നെ നാഷണൽ ട്രീറ്റ്മെന്റ് ഫോർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ആണ്. അതായത് കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ, ഇൻഡസ്ട്രിയൽ ഡിസൈന്, പേറ്റന്റ്, അങ്ങനെയുള്ളത് ഡിസൈൻസ്, ഇതെല്ലാത്തിന്റെ ബേസിലുള്ളതാണ് ഈ ഒരു എന്താണ് ട്രിപ്സ് എന്ന് പറയുന്നത്. അടുത്തത് ട്രേഡ് പോളിസി റിവ്യൂ മെക്കാനിസം ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രേഡ് പോളിസി റിവ്യൂ മെക്കാനിസം എന്ന് പറയുമ്പോൾ മെമ്പേഴ്സിന്റെ റിവ്യൂസും അതേപോലെ തന്നെ പീരിയോഡിക്കൽ കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ട്രേഡ് പോളിസിയിൽ മെമ്പർ കൺട്രീസിന്റെ റിവ്യൂസ് എന്ത് ചെയ്യുന്നു, പീരിയോഡിക്കലി കണ്ടക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ട്രേഡ് പോളിസി റിവ്യൂ ബോഡി എന്ന് പറയുന്നത് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നത്. ദെൻ അടുത്തത് പറയുന്നത് പ്ലൂറിലാറ്ററൽ ട്രേഡ് അഗ്രിമെന്റ്, മൾട്ടിലാറ്ററൽ നെഗോഷിയേഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, WTO കോൺട്രാക്ടിങ് പാർട്ടീസ് ആണ്. ഓക്കെ, ഇതിലെ പ്ലൂറിലാറ്ററൽ ട്രേഡ് അഗ്രിമെന്റ് എന്നിൽ ഉൾപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ രാജ്യങ്ങൾ, അതായത് കോമൺ ഇൻട്രസ്റ്റ് ഉള്ള എന്നാൽ അതിൽ WTO കൺട്രീസിൽ ഇൻവോൾവ്ഡ് അല്ലാത്തതും ഒക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്തത് ദോഹ റൗണ്ട്. ദോഹ റൗണ്ട് എന്ന് പറയുമ്പോൾ ഫോർമലി ദോഹ ഡെവലപ്മെന്റ് അജണ്ടയാണ് ഇതിൽ പറയുന്നത്. കാരണം 9th റൗണ്ട് ആണ് ഇതിൽ നടക്കുന്നത്. അതായത് സെക്കൻഡ് വേൾഡ് വാർ വാസ് ഒഫീഷ്യലി ലോഞ്ച്ഡ് അറ്റ് WTO 4th മിനിസ്റ്റർ കോൺഫറൻസ് ഇൻ ദോഹ. അതായത് ഒരു 4th മിനിസ്റ്റർ കോൺഫറൻസ് ദോഹയിൽ നടക്കുന്ന സമയത്താണ് WTO ഒഫീഷ്യലി എന്ത് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്യുന്നത്. അതായത് സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ഇൻ നവംബർ 2001 എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോൺഫറൻസ്, അതായത് ദോഹയിൽ എന്ത് ചെയ്യുന്നത്, ദോഹയിലും ഖത്തറിലും 2001 നവംബറിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മിനിസ്റ്റർ കോൺഫറൻസ് WTOന്റെ ഭാഗമായിട്ട് 4th മിനിസ്റ്റർ കോൺഫറൻസ് നടക്കുന്നത്. ഈ ഒരു റൗണ്ടില് പ്രധാനമായിട്ടും ഇന്റർനാഷണൽ ട്രേഡിംഗ് സിസ്റ്റത്തിന്റെ മോഡിഫിക്കേഷൻസ് ആണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ട്രേഡ് ബാരിയേഴ്സ് കുറയ്ക്കുന്നതിനും ട്രേഡ് റൂൾസുകൾ റിവൈസ് ചെയ്യാനും ഇന്റർനാഷണൽ ട്രേഡ് സിസ്റ്റത്തെ മോഡിഫൈ ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരുന്നു ഈ ഒരു കോൺഫറൻസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതില് ഏകദേശം 20 ഏരിയ ഇൻക്ലൂഡ് 20 ഏരിയാസ് ഓഫ് ട്രേഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള 20 ഏരിയകളെ പറ്റിയിട്ടാണ് ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് അഗ്രികൾച്ചർ, സർവീസ് ട്രേഡ്, മാർക്കറ്റ് അസസ് ഫോർ നോൺ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ്, ട്രേഡിംഗ് സർവീസ്, ട്രേഡ് ഫെസിലിറ്റേഷൻ, എൻവയോൺമെന്റ്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ, സർട്ടൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇഷ്യൂസ്, അങ്ങനെയുള്ള ഏകദേശം 20 ട്രേഡ് ഏരിയകളെ പറ്റിയിട്ടാണ് ഇവിടെ ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് ദോഹ അജണ്ട വാസ് അഗ്രികൾച്ചറൽ ട്രേഡ്. കാരണം ഈ ഒരു ഇവിടെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു അജണ്ട എന്ന് പറയുന്നത്
അഗ്രികൾച്ചർ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അടുത്തത് എക്കണോമീസ്. G20 എക്കണോമീസ് ഫെസിലിറ്റേറ്റിംഗ് ട്രേഡ്. G20 എക്കണോമീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ട്രേഡ് റെസ്ട്രിക്റ്റീവ് മെഷേഴ്സുകൾ ഉണ്ടായിരുന്നു അല്ലെ. അപ്പോ ഹാവ് ബീൻ ലിഫ്റ്റഡ് ബൈ G20 കൺട്രീസ്. G20 കൺട്രീസ് അത് എന്ത് ചെയ്തിട്ടുണ്ട്? ട്രേഡ് റെസ്ട്രിക്റ്റീവ് മെഷേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ചിലത് ലിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദ റിപ്പോർട്ട് ഇൻഡിക്കേറ്റ് ദ ട്രെൻഡ് ബീയിങ് ഗോയിങ് ദി റോങ് ഡയറക്ഷൻ. അതായത് ഈ പല ആളുകളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ റോങ് ഡയറക്ഷനിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് കോൺട്രിബ്യൂട്ട് ടു ഷോർട്ടേജ്, പ്രൈസ് വോളാറ്റിലിറ്റി ആൻഡ് അൺസർട്ടനിറ്റി. അപ്പൊ എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പലതരത്തിൽ ഷോർട്ടേജ് ഉണ്ടാക്കാനും പ്രൈസ് വോളാറ്റിലിറ്റി ആവാനും അൺസർട്ടനിറ്റി ഒക്കെ ഉണ്ടാവുന്നതിന് കാരണമായി എന്നുള്ളത് കണ്ടെത്തി. G20 economies must build their objective pledge from the 20th Ministerial Conference. അങ്ങനെയാണ് G20 എക്കണോമീസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത്? ബിൽഡ് ചെയ്തു വരുന്നത്. കാരണം 12ാമത്തെ മിനിസ്ട്രൽ കോൺഫറൻസിലാണ് ഇത് വരുന്നത്. ഡെമോൺസ്ട്രേറ്റ് ലീഡർഷിപ്പ് കീപ് മാർക്കറ്റ് ആൻഡ് ഓപ്പൺ പ്രെഡിക്റ്റബിൾ. അതായത് ഇവിടെ ഒരു എന്താ പറയാ മാർക്കറ്റിൽ ഒരു ലീഡർഷിപ്പ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ അത് പ്രെഡിക്റ്റബിൾ ആണ്. അതേപോലെ തന്നെ ഫുഡും ഫെർട്ടിലൈസറും പർട്ടിക്കുലർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലെയും, അതായത് ഒരു ഏറ്റവും കൂടുതലായിട്ട് മാർക്കറ്റിലേക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ. സെഡ് WTO ഡയറക്ടർ ജനറൽ ഘോസി ഒഖോജോ തേവ്ല, who will be attending the G20 leaders summit in Bali, Indonesia on 15-16 November. 15-16 നവംബറില് ഇന്തോനേഷ്യ ബാലി എല്ലാ എന്ത് ചെയ്തിട്ടുണ്ട്? G20 ലീഡേഴ്സിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ സ്ട്രഗിൾസും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. The report indicated the supply chains on the whole have the proved the resilient despite the war in Ukraine. The continuing impact of COVID-19 pandemic, the highest inflation many countries have experienced in decades. അതായത് സപ്ലൈ ചെയിൻസിലും അതേപോലെ തന്നെ നമ്മുടെ മോൾ എക്കണോമിയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒരു റിപ്പോർട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അതേപോലെ തന്നെ ഉക്രൈൻ വാറും അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരുപാട് ഇമ്പാക്റ്റും, പിന്നെ COVID-19 പാൻഡമിക്കിന്റെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇമ്പാക്റ്റും, അതേപോലെ തന്നെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് പല രാജ്യങ്ങളും വളരെ ഹയസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല ദശകങ്ങളിലായിട്ട് കാണപ്പെട്ടിട്ടുണ്ടായിരുന്നു. മോണിറ്ററി ടൈറ്റനിങ് ആയിരുന്നു സെൻട്രൽ ബാങ്ക്സിൽ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ലിമിറ്റ് പ്രൈസിങ് ഇൻക്രീസസ് കാണിക്കുന്നുണ്ട് അല്ലെ. സ്പെസിഫിക് ഇൻഡസ്ട്രീസും റീജിയൻസും ഒക്കെ എന്താണ്? ഡിഫറെന്റ്ലി ഇമ്പാക്റ്റഡ് ആയിരുന്നു. എല്ലാവരെയും അത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഓവറാൾ എല്ലാവർക്കും എന്താണ്? ന്യൂ എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് മെമ്പേഴ്സ് അത് എന്ത് ചെയ്തിട്ടുണ്ട്? അത് 2020 എന്ത് ചെയ്തു? ഈ ഒരു പാൻഡമിക്കും അല്ലെ, അതേപോലെ തന്നെ യുക്രൈനുമായിട്ടുള്ള യുദ്ധവും അതേപോലെ തന്നെ ഫുഡ് ക്രൈസിസും ഒക്കെ ഈ ഒരു 2020 ഉണ്ടായി. സം ഓഫ് ദീസ് എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ഹാവ് ഗ്രാജുവലി ലിഫ്റ്റഡ്. അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് ഗ്രാജുവലി എന്ത് ചെയ്തു? ലിഫ്റ്റ് ചെയ്തു. ബട്ട് സെവറൽ സ്റ്റിൽ റിമെയിൻ ഇൻ പ്ലേസ്. ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇപ്പൊ അതുള്ളൂ. ആസ് ഓഫ് മിഡ് ഒക്ടോബർ 2022, WTO members still had in place 52 export restrictions on food. അതായത് ഒരു 2022 ഒക്ടോബർ പകുതിയോട് കൂടിയിട്ട് WTO മെമ്പേഴ്സ് എന്ന് പറയുന്നത് 52 എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ഫുഡ്, ഫീഡ്, ഫെർട്ടിലൈസറിന്റെ കാര്യത്തിൽ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. 27 എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് അഡീഷണൽ ആയിട്ട് എന്താണ് ഈ എന്താ പറയാ കോവിഡിന്റെ സമയത്ത് കുറെ പ്രൊഡക്റ്റിന് അതിനും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓഫ് ദീസ് 44% ഓഫ് എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ഓൺ ഫുഡ്. അതായത് കൊണ്ടുവന്നതിൽ ഏകദേശം 44% എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസും ഫുഡ്, ഫീഡ്, ഫെർട്ടിലൈസറിന്റെ ഭാഗമായിട്ടാണ്. ദെൻ 63% പാൻഡമിക് റിലേറ്റഡ് എക്സ്പോർട്ടിംഗ് റെസ്ട്രിക്ഷൻസിലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വേർ മെയിൻറ്റൈൻഡ് ബൈ G20 എക്കണോമീസ്. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തത് G20 എക്കണോമീസിലായിരുന്നു.
ഡ്യൂറിങ് ദ റിവ്യൂ പീരീഡ് എല്ലാം കഴിഞ്ഞു. റിവ്യൂ പീരീഡ് റിവ്യൂ പീരീഡ് ആയപ്പോഴേക്കും G20 എക്കണോമീസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? 60 ന്യൂ ട്രേഡ് ഫെസിലിറ്റേറ്റ് 66 ന്യൂ ട്രേഡ് ഫെസിലിറ്റേറ്റിംഗ് മെഷേഴ്സ്, ഏകദേശം ഒരു 66 ന്യൂ ട്രേഡിംഗ് ഫെസിലിറ്റേറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം എന്താ പറയാ US ഡോളറിൽ 451.82 ബില്യൺ US ഡോളർ ആണ് എന്താണ് ട്രേഡിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 47 ട്രേഡ് റെസ്ട്രിക്റ്റീവ് മെഷേഴ്സ് ഗുഡ്സിൽ കൊണ്ടുവന്നു. അത് ഏകദേശം 160.1 ബില്യൺ ട്രേഡ് കവറേജ് ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഈ മെഷേഴ്സ് വേർ നോട്ട് റിലേറ്റഡ് ടു ദി പാൻഡമിക്. ഇതൊന്നും എന്ന് പറയുന്നത് പാൻഡമിക്കിന്റെ ഭാഗമായിട്ടല്ല, അല്ലാതെയുള്ള മെഷേഴ്സ് ആണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ ഇപ്പോ ഈ ഒരു സമയത്ത് തന്നെയാണ് സ്റ്റോക്ക് പിലി ഓഫ് G20 ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് കണ്ടിന്യൂ ടു ഗ്രോ ബൈ മിഡ്. എന്താ പറയാ, ഇവിടെ G20 എക്കണോമീസ് വന്നതോട് കൂടിയിട്ട് ഒരുപാട് ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസും അതേപോലെ തന്നെ എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റി? കുറയ്ക്കാനും അതേപോലെ തന്നെ കുറെ പ്രൊഡക്റ്റുകൾക്ക് അത് കൂട്ടിക്കൊടുക്കാനും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയണത്. കൂടാതെ G20 എക്കണോമീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പാൻഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ട് എക്സ്പോർട്ട് മെഷേഴ്സും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? 2022 അതായത് 77% എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? റിപ്പീൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 17 റെസ്ട്രിക്ഷൻസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാൻഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള ട്രേഡ് റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുകയും അവിടെ ട്രേഡ് കവറേജ് എന്ന് പറയുന്നത് റിമെയിൻ സിഗ്നിഫിക്കന്റ് ആക്കുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. കൂടാതെ WTO ഈ റിപ്പോർട്ടുകളെല്ലാം മോണിറ്ററൈസ് ചെയ്യുകയും WTO സെക്രട്ടേറിയറ്റ് എന്ത് ചെയ്തു? 2009 എന്ത് ചെയ്തിട്ടുണ്ട്? റിപ്പോർട്ടുകളെല്ലാം പരിശോധിക്കുകയും മോണിറ്ററൈസ് ചെയ്യുകയും ചെയ്തു. G20 മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? അർജന്റീന, ഓസ്ട്രേലിയ, ബ്രസീൽ, കാനഡ, ചൈന, യൂറോപ്യൻ യൂണിയൻ, ഫ്രാൻസ്, ജർമ്മനി, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറ്റലി, ജപ്പാൻ, റിപ്പബ്ലിക് ഓഫ് കൊറിയ, മെക്സിക്കോ, റഷ്യൻ ഫെഡറേഷൻ, സൗദി അറേബ്യ, സൗത്ത് ആഫ്രിക്ക, തുർക്കി, അതേപോലെ തന്നെ യുണൈറ്റഡ് കിങ്ഡം ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇതെല്ലാമാണ് G20 മെമ്പേഴ്സ് എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ ഇതില് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആവും. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് culminated in the establishment of the World Trade Organization? അല്ലെ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കോൺഫറൻസ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഏതാണ്? ഉറുഗ്വേ റൗണ്ട് കേട്ടോ. ഉറുഗ്വേ റൗണ്ട് കോൺഫറൻസ് ആണ് വരുന്നത്. ദെൻ രണ്ടാമത്തത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് സെലക്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, GATT was meant to prevent exploitation of poor country by richer countries. അത് തെറ്റാണ് അല്ലെ. ദെൻ GATT dealt with the trade in goods only while the WTO covers service as well as intellectual property. അല്ലെ, അതാണ് എന്ത് ചെയ്യുന്നത്? കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ വേറെ ഏതെങ്കിലും കറക്റ്റ് ഉണ്ടോ? ആൾ മെമ്പേഴ്സ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആർ റിക്വയർഡ് ടു അവോയ്ഡ് താരിഫ് ഓൾ ആൾ ടൈപ്സ്. അത് ഒരിക്കലും അല്ല, തെറ്റാണ് അല്ലെ. ഓൾ ഓഫ് ദി എബവ് എന്നുള്ളത് തെറ്റാണ്. സോ രണ്ടാമത്തെ ആൻസർ B ആണ് വരുന്നത് കേട്ടോ. ദെൻ മൂന്നാമത്തത് നാഷണൽ ട്രീറ്റ്മെന്റ് പ്രിൻസിപ്പിൾ സ്റ്റാൻഡ് ഫോർ. നാഷണൽ ട്രീറ്റ്മെന്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ, എന്താണ് വരുന്നത്? ദ പ്രിൻസിപ്പിൾ ദാറ്റ് ഇമ്പോർട്ടഡ് പ്രൊഡക്റ്റ് ആർ ടു ബി treated no worse in the domestic market than the local ones. B ആണ്, മൂന്നും B ആണ് ആൻസർ വരുന്നത് കേട്ടോ. ദെൻ നാലാമത്തത് ബൗണ്ട് താരിഫ് റെഫേഴ്സ് ടു. ബൗണ്ട് താരിഫ് റെഫേഴ്സ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബൗണ്ട് താരിഫ് refers to the upper limit on the tariff that a country can levy on a particular good according to its commitment under the GATT and WTO. C ആണ് എന്ത് ചെയ്യുന്നത്? ആൻസർ വരുന്നത് കേട്ടോ. 4 C ആണ്. ദെൻ അഞ്ചാമത്തത് എസൻസ് ഓഫ് MFN പ്രിൻസിപ്പിൾ. എസൻസ് ഓഫ് MFN പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഏതാണ്? ഇപ്പോ നമുക്കറിയാം, ഇക്വലി ട്രീറ്റ്മെന്റ് ഓഫ് ആൾ മെമ്പേഴ്സ് കൺട്രീസ് ഓഫ് WTO ഇൻ റെസ്പെക്ട് ഓഫ് മാറ്റേഴ്സ് റിലേറ്റഡ് ടു ട്രേഡ്. അതേപോലെ തന്നെ ഫേവർ വൺ കൺട്രി യു നീഡ് ടു ഫേവർ ആൾ ഇൻ ദ സെയിം മാനർ.
Okay, every WTO member will treat all its trading partners equally without any prejudice and discrimination. അല്ലെ? ഇപ്പൊ നമുക്കിത് MFN പ്രിൻസിപ്പിൾ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? എല്ലാം MFN പ്രിൻസിപ്പിളുമായി റിലേറ്റഡ് ആണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഡി ആൾ ഓഫ് ദി എബവ് എന്ന് നമുക്ക് ആൻസർ കൊടുക്കാവുന്നതാണ്. ദെൻ അടുത്തത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഓക്കെ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടത് ഹാവ് നൗ ബീൻ റീപ്ലേസ്ഡ് ബൈ ഗാട്ട്. അതൊരിക്കലും ശരിയല്ല അല്ലെ. ദെൻ ഹാവ് ഹാസ് ഇൻബിൽറ്റ് മെക്കാനിസം ടു സെറ്റിൽ ഡിസ്പ്യൂട്ട് എമംഗ് മെമ്പേഴ്സ്. ബി എന്ന് പറയുന്നതും എന്താണ്? കറക്റ്റ് ആണ് വരുന്നത് അല്ലെ. ദെൻ വാസ് എസ്റ്റാബ്ലിഷ് ടു എൻഷുർ ഫ്രീ ആൻഡ് ഫെയർ ട്രേഡ് ഇന്ത്യ. അപ്പൊ ബിയും സിയും ശരിയാണ് അല്ലെ. അപ്പൊ നമുക്ക് ഡി എന്നുള്ളത് എന്ത് ചെയ്യാം? ആൻസർ കൊടുക്കാം. കാരണം ബി ആൻഡ് സി ആൻഡ് എബവ് എന്നുള്ളതാണ് ആൻസർ വരുന്നത് കേട്ടോ. ദെൻ 7th വൺ പറയണത് അഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ ഇൻക്ലൂഡ് എക്സ്പ്ലിസിറ്റ് ആൻഡ് ബൈൻഡിങ് കമ്മിറ്റ്മെന്റ് മെയ്ഡ് ബൈ WTO മെമ്പർ ഗവൺമെന്റ്. അതായത് എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ ഇൻക്ലൂഡ് എക്സ്പ്ലിസിറ്റ് ആൻഡ് ബൈൻഡിങ് കമ്മിറ്റ്മെന്റ്. അതായത് WTO മെമ്പർ ഗവൺമെന്റ്സ് അല്ലെ, അതായത് അഗ്രികൾച്ചറിൽ ഉണ്ടായിട്ടുള്ള എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ അത് ഏതുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലെ? ഏതാണ്? മാർക്കറ്റ് അസസ്, ഡൊമസ്റ്റിക് സപ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് സബ്സിഡീസ് ആണ് വരുന്നത്. 7 സി ആണ് വരുന്നത്. 8ാമത്തെ നോക്കാം, എഗ്രിമെന്റ് ഓൺ ടെക്സ്റ്റൈൽ ആൻഡ് ക്ലോത്തിങ്. ടെക്സ്റ്റൈൽ ആൻഡ് ക്ലോത്തിങ് ഏതിലുമായി ബന്ധപ്പെട്ടതാണ്? റീപ്ലേസ്ഡ് ദ മൾട്ടി ഫൈബർ അഗ്രിമെന്റ് ഫൈബർ അറേഞ്ച്മെന്റ് വാസ് which was prevalent in 1974. അഗ്രികൾച്ചർ, ടെക്സ്റ്റൈൽസ് ആൻഡ് അഗ്രിമെന്റ് ഓൺ ടെക്സ്റ്റൈൽ ആൻഡ് ക്ലോത്തിങ് എന്ന് പറയുന്നത് മൾട്ടി ഫൈബർ അറേഞ്ച്മെന്റ് റീപ്ലേസ് ചെയ്യും. ദെൻ 9ാമത്തെ എഗ്രിമെന്റ് ഓൺ ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓൺ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്? സ്റ്റിപ്പുലേറ്റ് അഡ്മിനിസ്റ്റർ എ സിസ്റ്റം ഓഫ് എൻഫോഴ്സ്മെന്റ് of intellectual property rights, then provide for most favored nation treatment and national treatment for intellectual property, then mandate to maintain high levels of intellectual property protection by all members. അല്ലെ? അപ്പോ ഏതാണ്? all of the above ആണ് ആൻസർ. കാരണം എല്ലാ ഇതില് എന്താണ്? ഈ ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുമായിട്ട് റിലേറ്റഡ് ആണ്. Then 10ാമത്തെ ക്വസ്റ്റ്യൻ, മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ഇൻ യെറ്റ് ടു കോൺക്ലൂഡ് ദോഹ അജണ്ട ഈസ്. ഓക്കെ, ഏതാണ് ദോഹ അജണ്ടയിൽ ഉണ്ടായിരുന്നത്? ട്രേഡ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ദോഹ അജണ്ടയിൽ ഉണ്ടായിരുന്ന ഏറ്റവും മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് WTO കമ്മിറ്റ്മെന്റ്സ്. WTO കമ്മിറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് ഡെവലപ്പിംഗ് കൺട്രീസ് മോർ ബിക്കോസ് ദേ നീഡ് ടു മേക്ക് റാഡിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ആൻസർ. അപ്പോ 11 ബി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇതിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ.